സിനിമത്തിലെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും 2568 ദിവസം പിന്നിടുമ്പോൾ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ അനേക കുടുംബാംഗങ്ങൾ നമ്മുടെ പങ്കെടുക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, കുരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഒരുപക്ഷെ ഇന്ന് പ്രയാസങ്ങളുടെ നടുവിൽ കൂടിയാ കടന്നു പോകുന്നെങ്കിലും നമ്മുടെ കൂടെയുള്ള നമ്മുടെ യേശു കർത്താവാണ്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വീണ്ടും കർത്താവ് ലോകത്തിന് വിവിധ രാജ്യങ്ങൾ ഞങ്ങൾ പാർക്കുന്നുവെങ്കിലും ഞങ്ങൾക്ക് ഒന്നിച്ച് അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മോത്തപ്പെടുത്തുന്നു, ഞങ്ങളുടെ സന്നിധിയിൽ ഒന്നിച്ച് പ്രാർത്ഥിപ്പാനൊക്കെ ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാം ഒരിക്കലും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൂരിൽ താഴെക്കൂടി കർത്താവെ, ഞങ്ങൾ കടന്നുപോയപ്പോൾ ഞങ്ങൾ കൂടെ ഇരുന്ന കർത്താവെ, ഈ നിമിഷം അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിനായി സ്തോത്രം. മുൻപോട്ട് അങ്ങ് കരം പിടിച്ച് വഴി നടത്തണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. രോഗികളായിരിക്കുന്നുണ്ട്, ഹോസ്പിറ്റൽ അഡ്മിറ്റായി കിടക്കുന്നുണ്ട്, ഭവനങ്ങളിൽ സൗഖ്യവും കർത്താവ് ഈ ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോരുത്തരും അനുഭവിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ഓരോരുത്തരും ബലപ്പെടുത്തി ശക്തീകരിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. നമ്മൾ പ്രിയങ്കേരള കുടുംബാംഗങ്ങൾ നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്ന ആ വിഷയങ്ങളുമേൽ കർത്താവ് അത്ഭുതമായിട്ട് മറുപടി നൽകി തരുന്നു. വീണ്ടും കർത്താവ് നമുക്ക് ഉറപ്പ് തന്നത് ഇങ്ങനെയുള്ള ഭൂമിയിൽ നിങ്ങൾ 2 പേർ ഐക്യമെത്തിപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമാണെങ്കിലും എൻ്റെ പിതാവിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകി തരും. സിനിമത്തിലെ പ്രിയങ്കേരള വരുന്ന ഓരോ വിഷയങ്ങളെ ആ ഉറപ്പോടെ വിശ്വാസത്തോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായ വിടുതലുകളാണ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നിന്ന് ഒരു മാതാവ് വിളിച്ചു പറഞ്ഞു, അവരുടെ മകളുടെ റിലേറ്റീവിലുള്ള ഒരാൾക്ക് വന്നിട്ട് ഹാർട്ട് അറ്റാക്ക് വളരെ സീരിയസ് ആണ്, പ്രാർത്ഥിക്കണം. പ്രിയങ്കേരള കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും ആ മാതാവ് ഇവിടെ അറിയിച്ചത് പ്രാർത്ഥനയുടെ ഫലമായിട്ട് അസുഖങ്ങൾ പൂർണ്ണമായിട്ട് മാറി ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഇത് നമ്മെ അറിയിച്ചിരിക്കുന്നു. കോട്ടയം ജില്ലയിൽ നിന്ന് ആ മാതാവ് അറിയിച്ചത് ഇങ്ങനെ, മകൾ പ്രഗ്നന്റ് ആയിരുന്നു, പക്ഷേ മകൾക്ക് ഭയങ്കരമായ ശരീരത്തിൽ നീരും BP ഒക്കെ കൂടി വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് പ്രിയങ്കേരളെ വിളിച്ച് പ്രാർത്ഥന ആവശ്യപ്പെട്ട് നാം ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ സൗഖ്യം മകൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. പ്രാർത്ഥിച്ച എല്ലാ കുടുംബാംഗങ്ങളോടും നന്ദി അറിയിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഒരു മാതാവ് ഇവിടെ അറിയിച്ച് അവരുടെ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1.5 മാസമായി, പക്ഷേ എന്നും നെഞ്ചുവേദനയാണ്, ഭയങ്കര പ്രയാസമാണ്, പ്രാർത്ഥിക്കണം. പ്രിയങ്കേരള കുടുംബാംഗങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നതായി വീണ്ടും ആ മാതാവ് അറിയിച്ചു. കിഡ്നി സംബന്ധമായ പ്രയാസങ്ങളിൽ കടന്നുപോയ ഒരു മാതാവാണ് ഇവിടെ പ്രാർത്ഥനാ വിഷയം അറിയിച്ച്. കിഡ്നി സ്റ്റോണിനാൽ വളരെ പ്രയാസം അനുഭവിക്കുകയായിരുന്നു. ഡോക്ടേഴ്സെ കണ്ടപ്പോൾ സർജറി വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ സമയത്താണ് അവർക്ക് പ്രിയങ്കേരളയെ കുറിച്ച് അറിയാനിടയത്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ചു, ചേർന്ന് പ്രാർത്ഥിച്ചു. സർജറി കൂടാതെ തന്നെ ആ സ്റ്റോൺ മുഴുവൻ പുറത്തു പോകാൻ കർത്താവ് സഹായിച്ചു. ഇപ്പോൾ പൂർണ്ണ സൗഖ്യമായിരിക്കുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു. കോട്ടയത്ത് നിന്ന് ഒരു മാതാവ് വീണ്ടും അറിയിച്ചിരിക്കുന്നത് അവരുടെ മകന് വന്നിട്ട് ഭയങ്കര ഭയമാണ്, വീട്ടിൽ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നത്, എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയങ്കേരള കുടുംബാംഗങ്ങൾ ആ വിഷയത്തിന് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആ മാതാവ് കഴിഞ്ഞ വീണ്ടും കൂടി അറിയിച്ചു, മോന്റെ ഭയമൊക്കെ മാറി, ഇന്ന് വീട്ടിൽ സമാധാനമുണ്ട്. ഇത് ഡൽഹിയിൽ നിന്നും ഒരു മാതാവ് അറിയിച്ചിരിക്കുന്ന ഇങ്ങനെ, ഇത് മരുമകളും പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഷുഗർ കൂടി, BP കൂടി, മറ്റ് പ്രയാസങ്ങളിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞും സർജറി വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ സമയത്ത് പ്രിയങ്കേരളെ വിളിച്ച് പ്രാർത്ഥന വീണ്ടും ആവശ്യപ്പെട്ട് ചേർന്ന് പ്രാർത്ഥിച്ചു. ഒരു നോർമൽ ഡെലിവറി നൽകി കൊടുത്തു. ഒരു ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെയും കർത്താവ് നൽകി കൊടുത്തു. പ്രാർത്ഥിച്ചതിന് നന്ദി എല്ലാ കുടുംബാംഗങ്ങളോടും അറിയിച്ചിരിക്കുന്നു. പത്തനംതിട്ട ഒരു സഹോദരി ഇവിടെ അറിയിച്ചത് അവർക്ക് ഭയങ്കര നെഞ്ചരിച്ചിലാണ്, ആഹാരം ഒന്നും കഴിക്കാൻ സാധിക്കുന്നില്ല. നമുക്കറിയാം എല്ലാ ദിവസവും നമ്മൾ എണ്ണയും വെള്ളം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ആ സമയത്ത് ആ സഹോദരി വന്നിട്ട് അവരുടെ വീട്ടിൽ തന്നെ എണ്ണയും വെള്ളം എടുത്ത് പ്രാർത്ഥിച്ചിട്ട് കുടിച്ചു. കഴിഞ്ഞ ദിവസം വീണ്ടും ഇവിടെ അറിയിച്ചത് അങ്ങനെ കുടിച്ചതിന്റെ ഫലമായിട്ട് എന്റെ നെഞ്ചരിച്ച് പൂർണ്ണമായിട്ട് മാറി, ഇന്ന് പൂർണ്ണ സന്തോഷമാണ്. അത്ഭുത മന്ത്രിയായ യേശുവിന്റെ സന്നിധിയിൽ കരങ്ങൾ രണ്ടും ഉയർത്തി ചേർന്ന്
ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന. ഇത് വാട്സപ്പിൽ സിന്ധു ഇവിടെ അറിയിച്ചതിങ്ങനെ പിതാവിന് യൂറിൻ പോകാനും മോഷൻ പോകാനും ഒക്കെ വളരെ പ്രയാസമായിരുന്നു. പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രിയങ്കയിൽ ഈ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു. നമ്മൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതമായി സൗഖ്യം പപ്പയ്ക്ക് നൽകി കൊടുത്തു. പ്രാർത്ഥിച്ച എല്ലാ കുടുംബാംഗങ്ങളോടും നന്ദി അറിയിച്ചിരിക്കുന്നു. ഇത് വന്നിട്ട് പത്തനംതിട്ട ഒരു സഹോദരി പറഞ്ഞ് അവരുടെ കൂട്ടുകാരത്തിയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് ഭയങ്കര മദ്യപാനമാണ്, കുടുംബത്തിൽ സമാധാനമില്ല, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞായിരുന്നു. പ്രിയങ്കര കുടുംബാംഗങ്ങൾ ആ വിഷയത്തിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം വീണ്ടും ഇവിടെ അറിയിച്ചത് പ്രാർത്ഥനയുടെ ഫലമാണ് ആ മദ്യപാനം മാറി ഇന്ന് ദൈവിക സമാധാനം കുടുംബത്തെ അനുഭവിക്കും. പ്രിയങ്കയിലെ നാം ചെയ്യുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു, അപ്പോൾ തന്നെ നമ്മൾ കുടുംബമായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നമുക്ക് ഒന്നിച്ച് വേണ്ടി നമ്മുടെ കുടുംബാംഗങ്ങളെയൊക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഓരോ വ്യക്തിയുടെയും ആവശ്യത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് ഓരോരുത്തർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ദൈവസേന ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇന്ന് ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ കർത്താവ് യാത്രയിൽ ജോലി സ്ഥലത്ത് പങ്കെടുക്കുന്നില്ല. കർത്താവ് പലവിധമായ പ്രയാസങ്ങളോട് കടന്നു പോകുന്നുണ്ട്. കർത്താവ് രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നവർ കർത്താവ് ഹോസ്പിറ്റലിൽ കർത്താവ് ഇന്ന് ഐസിയിലും വെന്റിലേറ്ററും ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവ് ആ കാൽവരി കുശി തികച്ചെടുത്ത ദൈവിക സൗഖ്യ കർത്താവ് ഓരോ വ്യക്തികളിലേക്ക് വന്ന് അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സാമ്പത്തികമായ വെല്ലുവിളിയിൽ കടന്നു പോകുന്നവരെ കുടുംബത്തിൽ സമാധാനമില്ലാത്തവരൊക്കെ ഉണ്ടല്ലോ കർത്താവ് അവിടുന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവ് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവ് സകലത്തെ നിയന്ത്രിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സാമ്പ്രദായ തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് ടിവിയിലൂടെ ഈ പ്രാർത്ഥന ലോകരാജ്യങ്ങൾക്ക് എത്തിച്ചേരുന്നത്. കൂടാതെ എല്ലാ മാസത്തിൻ്റെയും 2ാമത്തെ ആഴ്ചയിലെ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയും ലോകരാജ്യങ്ങൾക്ക് എത്തിച്ചേരുന്നു. നാളെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ ദിവസമാണ്. രാവിലെ 6 മുതൽ 7 വരെയുള്ള ഈ ആരാധന പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും നാളെ പകൽ 11 മുതൽ 12 വരെ ഈ ഇതേ ചാനലിലൂടെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുമായിരിക്കും. സ്നേഹിതരെ, നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രേയിങ് കേരള കുടുംബത്തിൽ നമുക്ക് ആരാധനയും പ്രാർത്ഥനയും ഒരേ സമയത്ത് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായവും 5-ാം അധ്യായവും നമ്മെ വ്യക്തമാക്കുന്നത് യേശുവിൻ്റെ സിംഹാസനമാണ്. അവിടെ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും അവിടെ നിരന്തരം നടക്കുന്നത്. 1 പ്രാർത്ഥന, 2 ആരാധന. പ്രാർത്ഥനയ്ക്ക് ശേഷം ആരാധനയും ആരാധനയ്ക്ക് ശേഷം പ്രാർത്ഥനയും അല്ല, നിരന്തരം രണ്ടും ഒരേപോലെ. The prayer and worship rises to the throne of God incessantly without any break. അവിടെ മുറിവില്ലാതെ ആരാധനയും പ്രാർത്ഥനയും യേശുവിൻ്റെ സിംഹാസനത്തെങ്കിൽ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രേയിങ് കേരള കുടുംബത്തിൽ നമുക്ക് ഒന്നിച്ച് നമ്മൾ എവിടെ പാർക്കുന്നുവോ അവിടെ യേശുവെ മഹിമപ്പെടുത്തുവാൻ, പ്രാർത്ഥിക്കുവാൻ, യേശുവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ ആരാധിക്കുവാൻ മാത്രമല്ല സ്നേഹിതരെ, ദൈവവചനത്തെ പരിശുദ്ധാത്മാവിൽ നമ്മുടെ ജീവിത ശൈലിയാക്കി മാറ്റിയെടുക്കുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകുന്നു. പ്രേയിങ് കേരള കുടുംബത്തിൽ ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവർ ഈ പ്രാർത്ഥനയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് യേശു പറഞ്ഞ വാക്തത്വം നിറവേറുന്നത്, അല്ലെങ്കിൽ ആ കൽപ്പന നിറവേറുന്നത്. നിങ്ങൾ ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് ഏത് വിഷയമാണെങ്കിലും എൻ്റെ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് മറുപടി ലഭിക്കും. ഐകമത്യം എന്ന ആ വാക്കിൻ്റെ അർത്ഥം ഒരു മനസ്സെന്ന യൂണിഫോമിറ്റി അല്ല, ഒരേ കളറിലുള്ള ഡ്രസ്സ് ഇടുക എന്നല്ല ആ വാക്കിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഒരേ കളറിലുള്ള കുട പിടിക്കുക, യൂണിഫോമിറ്റിക്കാണ് നമ്മൾ എല്ലാവരെയും ഒരേപോലെ ആക്കി തീർക്കുക എന്ന ആ ഒരു ചിന്തയാണ് ആദ്യം നമുക്ക് വരുന്നത്. അതല്ല വാക്കിൻ്റെ അർത്ഥം. മനസ്സിൻ്റെ ഒരു മനസ്സോടെ praying in one mind, one heart to see somebody blessed by the Lord. ഒരു മനസ്സോടെ നമ്മൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലായിരിക്കും പാർക്കുന്നത്, പല കുടുംബങ്ങളിൽ പല പശ്ചാത്തലങ്ങളിൽ ജനിച്ചു വളർന്നവരായിരിക്കും, പല കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നവരാ. പക്ഷേ യേശുവിൻ്റെ സന്നിധിയിൽ നാം ഒരു മനസ്സോടെ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ആളുകളെ ജീവിതങ്ങളെ വിടുവിക്കുന്നു. പ്രത്യേകം നന്ദി ഈ സന്ദർഭത്തിൽ താങ്കളോട് അറിയിക്കുന്നു. യേശു പറഞ്ഞ വാക്തത്വം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നിറവേറുന്നത് കാണുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. അവസാന വ്യക്തിയും ആത്മഹത്യയിൽ നിന്ന് പുറത്തു വരണം. അവസാന വ്യക്തിയും ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്ന ആ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുന്നവരായി മാറണം. പ്രയാസങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോകാറുണ്ട്. അപ്പോഴും സ്നേഹിതരെ,
ദൈവം നമുക്ക് സങ്കേതമാണ്, തുണയാണ്, ഗോപുരമാണ്, കോട്ടയാണ്. മകള് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ COVID-19 അതിൻ്റെ ലോക്ക്ഡൗണും ഒക്കെ ബാധിച്ചു കഴിഞ്ഞപ്പോൾ സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് വരാനായിട്ട് പരിശ്രമിച്ചിട്ട് അത് വളരെ പ്രയാസം നിറഞ്ഞ സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരുന്നു. ആദ്യം ശ്രമിച്ചു, കിട്ടിയില്ല, പിന്നീട് പല ശ്രമങ്ങൾ നടക്കേണ്ടി വന്നു. ഈ സന്ദർഭത്തിലാണ് ഇവർ പ്രേയിങ് കേരളയിലേക്ക് ചേർന്ന് ഈ പ്രാർത്ഥനാ വിഷയം അറിയിച്ചത്. കർത്താവിൻ്റെ സന്നിധിയിൽ 8/3/2021 അവർ അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയാ: ഒരു പ്രയാസവും ഇല്ലാതെ പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് മകളെ നാട്ടിൽ എത്തിച്ചു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. ഈ യേശു എത്ര നല്ലവൻ, എത്ര മതിയായവൻ. അതേ സമ്പ്രദായം ഇന്നലെ കൊല്ലത്തുനിന്ന് വേറൊരു കുടുംബം അറിയിച്ച ഇങ്ങനെ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ട് 8 മാസം കഴിഞ്ഞു. അദ്ദേഹം തിരികെ വിദേശത്തേക്ക് പോകാൻ പറ്റാതിരുന്നപ്പോഴും അവരും ഇതുപോലെ പ്രേയിങ് വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യം പ്രേയിങ് കുടുംബങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് തിരികെ പോകുവാനും ജോലിയിൽ പ്രവേശിക്കുവാനും ദൈവം അദ്ദേഹത്തെ സഹായിച്ചു. പ്രാർത്ഥിച്ചാൻ എല്ലാവരോടും നന്ദി പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ഗോഡ്. മകൾക്ക് കോവിഡ് പോസിറ്റീവ് കാരണം നാട്ടിലോട്ട് വരാൻ സാധിക്കാതെ വിഷമിക്കുകയായിരുന്നു. ഇതും അടുത്തൊരു വ്യക്തിയാണ്. ഇത് ഈ കോട്ടയം ജില്ലക്കാരായവർ മിസ്സസ് ലിസി തോമസ് അറിയിക്കുന്നത് പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് എല്ലാം ഭംഗിയാക്കി കൊടുത്തു. എല്ലാ ടെസ്റ്റുകളും അവർക്ക് അനുകൂലമായി മാറി. വീടിൻ്റെ പണി മുടങ്ങിക്കിടന്ന സാഹചര്യത്തിലാണ് പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇടയാക്കിയത്. സിനിമതരെ ഒരാളൊരു വീട് പണി തുടങ്ങുമ്പോൾ അതിനു മുൻപ് തന്നെ എന്തുമാത്രം സ്വപ്നങ്ങളാണ്. ശരിക്കും പണിയുന്നത് കട്ടയും സിമെൻറ്റും അല്ല, നമ്മളെ സ്വപ്നങ്ങളാണ് പണിയുന്നത്. അത് ആ വീട് പണിക്ക് ഇത്ര പ്രാധാന്യം, വീട് പണിക്ക് ഇത്ര വെല്ലുവിളിയും അതുകൊണ്ട് തന്നെ. അപ്പോൾ വി ബിൽഡ് അവർ ഡ്രീംസ്. അപ്പോൾ അതിങ്ങനെ ആക്കി മാറ്റുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ വീടിൻ്റെ പണി തുടങ്ങിയിട്ട് ഒത്തിരി കാലങ്ങളായി. ഈ തടസ്സങ്ങൾക്ക് മീതെ തടസ്സങ്ങൾ. ചിലർ പറയും തെക്ക് വശത്ത് തടസ്സമുണ്ട്, ചിലർ പറയും വടക്ക് വശത്ത്, അപ്പം മറ്റു ചിലർ പറഞ്ഞു പടിഞ്ഞാറും കിഴക്കും നോക്കുകയേ വേണ്ട. പക്ഷെ ഇങ്ങനെ തടസ്സങ്ങളും ദുരിതങ്ങളും ആയിട്ട് വിഷമിക്കുമ്പോഴാണ് ഇവർ ചേർന്ന് പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിക്കാനിടയെ. കർത്താവ് ചെയ്ത അനുഗ്രഹം നോക്കിക്കേ. ഇവരിത് അറിയിച്ചിരിക്കുന്ന 9/3/2021. അതെന്നാ സിനിമ ഇന്നലെ അവരറിയിച്ചിരിക്കുന്നത് വീടിൻ്റെ പണി അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടെ പൂർത്തീകരിച്ചു. പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം തീർന്നില്ല, അതിൽ താമസവും തുടങ്ങി. ഈ യേശു എത്ര നല്ലവൻ. അവർ അവസാനം ഒരു വാക്ക് വാട്സാപ്പിലൂടെ മെസ്സേജ് ഇവിടെ വന്നിരിക്കുന്നവർ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥിച്ച ഓരോരുത്തരോടും. അതിൽ ആരൊക്കെയാണ് പ്രാർത്ഥിച്ചത്? അതിൽ നമ്മളുമുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കൂടെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളും. ആ കുടുംബത്തിന് വേണ്ടി മുടങ്ങിക്കിടന്ന വീട് പണി പൂർത്തീകരിച്ച് ഐശ്വര്യമായിട്ട് അവർ പാർക്കേണ്ടതിന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ, വിടുതലിനെ അവർക്ക് എത്തിച്ചു കൊടുത്ത താങ്കളോട് ഹൃദയംഗമായ നന്ദി ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. സിനിമതരെ നമുക്ക് ഒന്നിച്ച് ചേർന്ന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യേണ്ട ഒരു കാര്യം, ഈ അമ്മയ്ക്ക് കുറേ വർഷങ്ങളായിട്ട് ക്യാൻസറും മറ്റ് ചികിത്സകളിലൂടെ ഒക്കെ പൊക്കോണ്ടിരുന്നു. ഇവർ പൂനായിലാണ് താമസിക്കുന്നത്. ഇവർ പ്രേയിങ് കേരളയുടെ 2020 ഫെബ്രുവരി നടന്ന റിട്രീറ്റിന് ഇവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് പൊക്കോണ്ടിരുന്നു. പക്ഷേ പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം കർത്താവിൻ്റെ സൗഖ്യം ആ അമ്മയ്ക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 1.5 വർഷം മുമ്പോ മറ്റോ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി അമ്മ മരുന്ന് ഒന്നും കഴിക്കേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു റിവ്യൂ ഉണ്ടായിരുന്നു. ഒരു പെറ്റ് സ്കാനൊക്കെ നടക്കേണ്ടി വന്നു. ശരീരം മുഴുവൻ സ്കാൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നു. അവിടെ ചെന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് 9/3/2021 മിസ്സസ് ഏലിയാമ്മ അറിയിച്ചിരിക്കുന്നത് പരിപൂർണമായും ആ സ്കാനിങ്ങിൽ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടായിരുന്നു. 100% നോർമൽ എന്ന റിപ്പോർട്ട് ലഭിച്ചത്. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അവർ അറിയിച്ചിട്ടുണ്ട്. മകന് ആർമിയിലേക്ക് സെലക്ഷൻ കിട്ടേണ്ടതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരുന്നു. മെഡിക്കൽ ടെസ്റ്റും എല്ലാം പാസ്സായി. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. നമുക്കൊന്നിച്ച് നമ്മളറിയാം 6:15 ആകുമ്പോൾ സിനിമ പ്രേയിങ് കേരള കുടുംബത്തിൽ നമ്മൾ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതേ സമ്പ്രദായം പ്രത്യേകിച്ച് ഇത് എക്സാമിൻ്റെ സമയം അനേകം കുഞ്ഞുങ്ങൾ എക്സാമിന് വേണ്ടി അവർ ഒരുങ്ങുന്നു. അപ്പോൾ തന്നെ വലിയ ടെൻഷനോടെ കടന്നു പോകുന്ന അനേകം മക്കളുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒക്കെ നമ്മൾ വിദ്യാർത്ഥിനികൾക്ക് ഫീസ്
ഫീസ് അടയ്ക്കേണ്ട സമയം, അല്ലെങ്കിൽ അവരെ എക്സാം എഴുതിക്കത്തില്ല എന്നൊക്കെയുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ ഒത്തിരി കുട്ടികൾ മനം മടുത്ത് പഠിത്തം ഉപേക്ഷിച്ച് പോകാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ ഇവിടെ വിളിച്ചു പറഞ്ഞു, മോൾ വിളിച്ചു പറഞ്ഞു, BSc നേഴ്സ്, അവളുടെ ഫീസ് അടയ്ക്കാനായിട്ട് നിവർത്തിയില്ല. അപ്പോൾ അമ്മയോട് വിളിച്ചു പറഞ്ഞു, ഈ അമ്മ എന്നെക്കുറിച്ച് വിഷമിക്കേണ്ട, ഞാൻ വീട്ടിൽ വന്ന് നിന്നോളാം. താങ്ക് യു, അറ്റ്ലീസ്റ്റ് അത് അങ്ങനെയാണല്ലോ പറഞ്ഞു, ഞാൻ പോയി ചത്തോളാം എന്നല്ലല്ലോ പറഞ്ഞത്. പക്ഷെ താങ്ക് യു മോളെ, ദൈവം അത്ഭുതകരമായ വഴി അതിന് ഒരുക്കി കൊടുക്കും. സിനിമ ഇവരുടെ പ്രശ്നം, മകൾ MAക്ക് പഠിക്കുക, ഫൈനൽ, അതിന് ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിച്ച് അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടെ അങ്ങ് ചാകാം എന്നല്ല അവർ തീരുമാനിച്ചത്. പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശു ഉണ്ട് എന്ന് അവർക്ക് ബോധ്യമായി. 9/3/2021 അവർ അറിയിച്ചിരിക്കുന്നത്. സിനിമ തന്നെയാണല്ലോ ഇത് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ എത്ര മണിക്കാണ്? 9:05 ആയപ്പോഴാണ് രാവിലെ ഈ കോള് അറ്റൻഡ് ചെയ്ത്. സിനിമ തന്നെ പറഞ്ഞാട്ട് എന്താ സംഭവിച്ചെന്ന് നോക്കിക്കേ. ഫീസ് അടയ്ക്കാനില്ലാതെ വളരെ വിഷമിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രിയങ്കയിലെ വിളിച്ച് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരുന്നു. കുടുംബാംഗങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ചു. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ആ ഫീസ് അടയ്ക്കുവാൻ ദൈവം അവരെ സഹായിച്ചു എന്ന് അറിയിച്ചത്. ഫീസ് അടയ്ക്കാതിരുന്നു എന്നല്ല, അടച്ചു. അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ മനം നൊന്ത് എന്തെങ്കിലും ചെയ്തു എന്നുമല്ല അവിടെ വായിക്കുന്നത്, എഴുതിയിരിക്കുന്നത്. അവർ സംസാരിച്ചത് യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അസാധാരണ വഴി തുറന്നു കൊടുത്തു. പ്രേയിങ് കേരളയെ മറ്റുള്ളവർക്ക് നമ്മൾ പരിചയപ്പെടുത്തുമ്പോഴും ആളുകൾ പരിചയപ്പെടുത്തുന്നത് പ്രേയിങ് കേരളയെ ചേർന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശുവുണ്ട്. ദൈവം നമ്മുടെ സങ്കേതമാണ്, ബലമാണ്, ഗോപുരമാണ്, കോട്ടയാണ്, ആശ്രയമാണ്. മകൾ ആഗ്നസ് IELTSന്റെ എക്സാമിൻ്റെ സന്ദർഭങ്ങളിൽ പ്രേയിങ് കേരളയെ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ അനു കുരുവിളയാണ് ഡൽഹിയിൽ നിന്ന് പ്രേയിങ് കേരളയോട് ആവശ്യപ്പെട്ടത്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. സിനിമതരെ കർത്താവ് ചെയ്തത് പാസ്സായി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. കാനഡയിൽ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ആ മകൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രാർത്ഥന വീണ്ടും അവർക്ക് വേണ്ടി ചോദിക്കുന്നു. BCom ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം നടക്കുന്നു. മകൾ മീനു DHAയുടെ എക്സാം നടക്കുന്നു. ആനി ജോർജ് അത് അറിയിക്കുന്നു. മകൾ FAMDയുടെ 4th ഇയർ എക്സാം നടക്കുന്നു. മോളി തമ്പി വടക്കഞ്ചേരിയിൽ നിന്ന് അറിയിക്കുന്നു. ലീലാമ കോട്ടയത്ത് അറിയിക്കുന്നു. ബെൻസൺ 10ലാണ്, അലീന 12ലാണ്. പഠനം അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കണം. ശോഭന PSCയുടെ എക്സാം ഉണ്ട് മകൾക്ക്. തിരുവഞ്ചൂരിൽ നിന്ന് അറിയിക്കുന്നത് മകൾ ഗ്രീഷ്മ IELTSന് പഠിക്കുന്നു. US പോകുവാനുള്ള വഴി തുറന്നു കിട്ടേണ്ടതിന് പ്രാർത്ഥന നമ്മുടെ സാബു ചോദിച്ചിട്ടുണ്ട്. ശോശാമ അറിയിച്ചിരിക്കുന്നത് കുന്നപ്പള്ളി കൊച്ചുമകൾ ലക്ഷ്മി 20-ാം തീയതി എക്സാമാണ്. കൊച്ചുമകൻ ജേക്കബ് പഠനത്തിൽ അലസതയുണ്ട്, പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. BA എക്കണോമിക്സിൻ്റെ 3rd ഇയർ എക്സാം നടക്കുന്നു. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത് അഞ്ജലിയാണ്. മകൾ ജെനി ബാംഗ്ലൂരിൽ നിന്ന് BSc നഴ്സിംഗിൻ്റെ എക്സാം നടക്കുന്നു. ഇത് പ്രവീണ BBAയുടെ എക്സാം തുടങ്ങുന്നു. സോ 100 കണക്കിന് വിദ്യാർത്ഥിനികളുടെ വിവരങ്ങൾ പ്രേയിങ് കേരളയിലേക്ക് വരുന്നു. ആ വിവരങ്ങൾ പറ്റുമെങ്കിൽ വാട്സാപ്പിൽ അപ്പൻ്റെ അമ്മയുടെയും പേരും അവരുടെ അവരുടെ ആരുടെയെങ്കിലും ഒരാളുടെ ഫോൺ നമ്പറും പിന്നെ ആ കുട്ടിയുടെ പേരും അവർ പഠിക്കുന്ന ആ കോഴ്സും അവരുടെ എക്സാമിൻ്റെ സമയവും ഒക്കെ ശാന്തമായിട്ടിരുന്ന് സമാധാനമായിട്ട് തെറ്റുകൂടാതെ അത് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അറിയിക്കുകയാണെങ്കിൽ വളരെ ക്ലിയറായിട്ട് ഈ വിവരങ്ങൾ നമുക്ക് എഴുതിയെടുക്കുവാനായിട്ട് സാധിക്കും. സഹോദരരെ, നമുക്ക് ഇവിടെ ഈ ഒരു ഷീറ്റ് പേപ്പർ ഇവിടെ ഉണ്ടെങ്കിൽ അതിനൊരു ഉടമസ്ഥനുണ്ടാവും അല്ലേ? അതിനൊരാൾ, ആളിൻ്റെ പേര്, അവരുടെ ഫോൺ നമ്പർ, അവരുടെ സ്ഥലം. അപ്പോൾ പ്രേയിങ് കേരളയിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ അനൂന്ന ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് അനൂന്ന് മാത്രം പോരാ, ആ അനുവിൻ്റെ ഇനിഷ്യലൂടെ വേണം. കാരണം ഇവിടെ ഈ അനു തന്നെ 1 ലക്ഷം അനുവിന്മാരിൽ കൂടുതൽ ഇവിടെ കാണും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അനു കെ ഡൽഹി അത്രയും മാത്രം മതി. ആ ഫോൺ നമ്പറും കൂടി ഉണ്ടെങ്കിൽ പേര് പറയുമ്പോൾ തന്നെ പൂർണ്ണ പേരും എളുപ്പം അങ്ങ് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എഴുതിയെടുക്കുന്നവർക്ക് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഉൾപ്പെടെ ടെലഫോണിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറേ പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. കാരണം ഉപവാസ പ്രാർത്ഥനയാണ്, എക്സാമിൻ്റെ സമയമാണ്, രോഗത്തിൻ്റെ സമയമാണ്, ആളുകൾ കുറവുണ്ട്, ഒത്തിരി പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഇതിനിടയിൽ വേണം നമുക്ക് എല്ലാവരുടെ അടുത്തേക്കും എത്തിച്ചേരുവാൻ. സോ പറ്റുന്നിടത്തോളം ഇമെയിൽ സൗകര്യങ്ങളുള്ളവർ ആ വിവരങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ ഇമെയിൽ വഴി അറിയിക്കുക. വാട്സാപ്പിലൂടെ അറിയിക്കാൻ പറ്റുന്നവർ അത് ടൈപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിൽ വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് അയച്ചോളൂ. ഞങ്ങൾക്ക് അത് ഡീകോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. മറ്റ് നമുക്കൊന്നിച്ച് അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കേണ്ട സിനിമ ഇന്ന് നടക്കുന്ന എക്സാം എഴുതുന്നവരുണ്ട്. അവർക്കെല്ലാം ദൈവത്തിൻ്റെ മികവും അനുഗ്രഹവും ദൈവ തിരുവഴുത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. പ്രവചനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്
കർത്താവ്. ഇന്നലെ ടെലഫോൺ ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ സിനിമ 81 അവസാനിക്കുന്ന നമ്പറിൽ ഇന്നും ഞാൻ 9:30 മുതൽ 11 മണി വരെയുള്ള സമയത്ത് 81 ടെലഫോൺ അവസാനിക്കുന്ന നമ്പറിൽ 81ലും 100ലും ആ രണ്ടിലേതെങ്കിലും നമ്പറിൽ ഉണ്ടാകും. ഒത്തിരി കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നു. മാതാപിതാക്കൾ വിളിക്കുമ്പോൾ സാമ്പ്രദറാണോ എൻ്റെ മോനെ പ്രാർത്ഥിച്ച് ജയിപ്പിച്ചതിന് നന്ദി എന്നൊക്കെ പറയുന്നത് കേൾക്കുവാൻ അവരൊന്നും ആയുസ്സിൽ കണ്ടിട്ടില്ല. പ്രാർത്ഥനയുടെ ഒരു ഗുണമത ദൂരെ ഇരുന്നാലും നമുക്ക് അവർക്ക് വേണ്ടി അനുഗ്രഹമായി തീരാൻ സാധിക്കും. ഇന്ന് ആ വിദ്യാർത്ഥി സമൂഹത്തിനായി ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഓരോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ പ്രൊഫഷണൽ കോഴ്സസ്, ഡിഗ്രി കോഴ്സസ് പഠിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ യേശു കർത്താവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ ആത്മാവ് അവരിൽ പൊരുന്നിരിക്കട്ടെ. യെശയ്യാ 11:2 പറയുന്നത് പോലെ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്, സ്പിരിറ്റ് ഓഫ് നോളജ്, സ്പിരിറ്റ് ഓഫ് മൈറ്റ് ആൻഡ് പവർ, സ്പിരിറ്റ് ഓഫ് കൗൺസിൽ, സ്പിരിറ്റ് ഓഫ് സ്കിൽസ് ആൻഡ് ക്രാഫ്റ്റ്മാൻഷിപ്പ് ഓരോ മക്കളിലും നിറയട്ടെ കർത്താവേ. യേശു നൽകുന്ന മികവിന്റെ ആത്മാവ് ഓരോ കുഞ്ഞുങ്ങളിലും പൊരുന്നിരിക്കട്ടെ. ഓർമ്മശക്തി ഇല്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്, പഠിക്കുന്നത് പെട്ടെന്ന് മറന്നുപോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഓരോ സ്റ്റുഡന്റിനും നല്ല ഓർമ്മശക്തി ഉണ്ടാകട്ടെ. എക്സാമിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്യുവാൻ, എക്സലന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുവാൻ ഓരോ മക്കളെയും കർത്താവേ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സാന്നിധ്യം ഓരോ കുഞ്ഞുങ്ങളുടെ മേൽ പൊരുന്നിരിക്കട്ടെ. അതുപോലെ ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളുണ്ട്, പഠിക്കാൻ നിവർത്തിയില്ലാതെ സാമ്പത്തികമില്ലാതെ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് യേശുവേ അവിടുന്ന് സാമ്പത്തിക വഴികൾ അങ്ങനെയുള്ള മക്കൾക്ക് തുറന്നു കൊടുക്കണമേ കർത്താവേ. അവരുടെ ബുദ്ധിമുട്ടെല്ലാം കർത്താവ് മാറ്റിക്കൊടുക്കണം. OET IELTS എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, പലതരത്തിലുള്ള ഇന്റർവ്യൂസിന് വേണ്ടി ഒരുങ്ങുന്നവരുണ്ട് കർത്താവേ. അങ്ങനെയുള്ളവരോട് കൂടെ യേശുവിടെ നാവോടുകൂടി യേശുവിന്റെ സാന്നിധ്യം ഇരിക്കട്ടെ. നല്ല രീതിയിൽ ഇന്റർവ്യൂ പാസ്സാകുവാൻ, എക്സാംസ് പാസ്സാകുവാൻ അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, തലമുറകൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശു എത്ര നല്ലവനാ, എത്ര മതിയായവനാ. ലോകത്തിൽ എവിടെ നമ്മൾ പാർത്താലും ആകാശത്തിൻ്റെ കീഴിലാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു സൗകര്യമാണ് പ്രേയിങ് കേരള കുടുംബത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇൻ്റർനെറ്റ് ആധുനിക മാധ്യമത്തിൻ്റെ സഹായത്തിലൂടെ, ടെലിവിഷനിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ഈ പ്രാർത്ഥന അനുഭവിക്കാൻ സാധിക്കുന്നു. തങ്കച്ചായ ഈ ശുശ്രൂഷ തുടങ്ങി ചില മാസങ്ങൾക്കുള്ളിൽ പരിശുദ്ധാത്മാവ് തന്ന ആലോചനയാണ് ദേശത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ അത് ചെയ്യാൻ തുടങ്ങി. കർത്താവ് എത്രയോ ലക്ഷം വ്യക്തികളെ കഴിഞ്ഞ വർഷങ്ങളിൽ അനുഗ്രഹിക്കുന്നത് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിനാൽ യേശു ആ കുടുംബങ്ങളെ സൗഖ്യമാക്കുന്നു, വ്യക്തികളെ അനുഗ്രഹിക്കുന്നു. അവരുടെ കൃഷിയിടങ്ങൾ പോലും, അല്ലെങ്കിൽ ബിസിനസ് മേഖലകൾ, വരുമാന മാർഗങ്ങൾ ഒക്കെ അനുഗ്രഹിക്കപ്പെടുന്നു. പ്രേയിങ് കേരള കുടുംബത്തിൽ എല്ലാ ബുധനാഴ്ചയും നമ്മൾ കൃഷിയിടങ്ങളെ അല്ലെങ്കിൽ ഭൂമിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇന്നും നമ്മൾ അത് ചെയ്യും തങ്കച്ചായ. അതുമാത്രമല്ല, അപ്പോൾ പരിശുദ്ധാത്മാവ് തന്ന ആലോചനയെ നമുക്ക് ഉപവാസ പ്രാർത്ഥന, ദേശത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. സാമ്പത്തിക എല്ലാ മാസവും 2ാമത്തെ ആഴ്ചയിലെ വ്യാഴം, വെള്ളി, ശനി നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ പ്രത്യേകിച്ച് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹമാണ് ദേശത്തുണ്ടാകുന്നത്. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കണം. അനേക പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടേക്ക് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ പ്രാർത്ഥനയ്ക്കായി വരുന്നു. വിളിക്കുന്നവരൊക്കെ പറയുന്നത് ഞങ്ങൾ ഇച്ചിരി പ്രായമൊക്കെ ഉള്ളവരാ കുഞ്ഞെ, പക്ഷേ എങ്കിലും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു. പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. തങ്കച്ചായ ബൈബിൾ കലണ്ടർ അനുസരിച്ച്, അത് എബ്രായ കലണ്ടർ അനുസരിച്ച് 2 കലണ്ടറുകൾ ഉണ്ട്. അതിൽ ഒന്ന് എക്ലീസിയാസ്റ്റിക്കൽ കലണ്ടറാണ്. അപ്പോൾ അതിൻ പ്രകാരം നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോകുക. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതായത് ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളാണ്. പുതിയ വർഷം ആരംഭിക്കുന്നത് 14-ാം തീയതിയാണ്. അപ്പോൾ ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ആ പ്രേയിങ് ഇന്നലെ മറ്റോ കലണ്ടർ നോക്കിയപ്പോഴാണ് ഹൗ ഗാഡ് ഓർക്കസ്ട്രേറ്റ്സ് എവ്രിതിങ് ഫോർ ഹിസ് ചിൽഡ്രൻ. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി സകലതും ക്രമീകരിക്കുന്നത് നോക്കിക്കുക. ഈ 14-ാം തീയതി ആബീബ്
എന്ന എബ്രായ പദത്തിൽ അല്ലെങ്കിൽ നിസ്സാൻ എന്ന പദത്തിൽ തുടങ്ങുന്ന മാസം ആരംഭിക്കുകയും കൂടിയാണ്. ആ മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. പുറപ്പാട് പുസ്തകം നമുക്ക് അവിടെയാണ് കാണുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ പുറപ്പാട് സംഭവിക്കുന്നത് ആ 14-ാം തീയതിയാണ്. 27-ാം തീയതി ആകുമ്പോഴേക്ക് അത് സംഭവിച്ചിരിക്കും. നോക്കിക്കേ, ദൈവത്തിൻ്റെ ആ വിശാലതയിലേക്ക്, വാക്തത്വങ്ങളിലേക്ക്, കർത്താവ് കരുതിയ നന്മയിലേക്ക് ബ്രെയിൻ കേരള കുടുംബത്തെയും ദൈവജനത്തെയും കൊണ്ടുപോകുവാൻ കർത്താവ് ആ സമയത്തെ കോർത്തിണക്കുന്നത് നോക്കിക്കേ. ഞാൻ പറഞ്ഞതിന് ചുരുക്കം ഇതാ, വി ആർ ഇൻ ദ പെർഫെക്റ്റ് ടൈമിങ് ഓഫ് ഗാഡ്. ചിലർ പറയുന്നു എനിക്ക് ദോഷം പിടിച്ച സമയത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. എൻ്റെ പൊന്നു ബ്രദറെ, എന്നെപ്പോലുള്ള ഒരാൾ, ഇന്നലെ ഒരാൾ പറഞ്ഞ വാചകം, എന്നെപ്പോലുള്ള ഒരാൾ ഭൂമിയിൽ ജനിക്കരുതായിരുന്നു. കാരണം ഇന്ന് വരെ ഒരു നന്മ ഉണ്ടായിട്ടില്ല. ഒത്തിരി പേര് അവരോട് പറഞ്ഞു, നിങ്ങളുടെ സമയദോഷം കൊണ്ടാണ് ഇങ്ങനെ ദുരിതങ്ങൾക്ക് മീതെ ദുരിതങ്ങൾ വരുന്നത്. പക്ഷെ ദൈവ തിരുവെഴുത്തിൽ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ഉന്നതനും ഉയർത്തെഴുന്നേറ്റവനും കാലങ്ങളെയും സമയങ്ങളെയും സൃഷ്ടിച്ച കർത്താവ് നമ്മെ ഓരോരുത്തരെയും തികഞ്ഞ സമയത്തിലാക്കിയിരിക്കുന്നു. Beloved, you are at the perfect time. I strongly believe and declare this over you. You are at the kairos moment of your breakthrough. താങ്കൾ ആയിരിക്കുന്നത് ദൈവം നേരത്തെ കൂട്ടി തീരുമാനിച്ച ആ പെർഫെക്റ്റായ തികഞ്ഞ സമയത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. അതുകൊണ്ട് വിഷമിക്കേണ്ട, യേശുവിൽ തന്നെ ആശ്രയിക്കുക. കർത്താവ് അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിക്കുക. വീണ്ടും യേശു പറഞ്ഞ് തിരുവെടുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലങ്കയിൽ ഞാൻ നിന്നെ താങ്ങുമെന്നാ പറഞ്ഞു. സമയത്തെ ഉളവാക്കിയ ദൈവം നിന്നോട് ധൈര്യമായിരിക്കാൻ പറയുന്നെങ്കിൽ, ഭയപ്പെടാതിരിക്കാൻ പറയുന്നെങ്കിൽ, ഇന്ന് രാവിലെ യേശുവേ എന്നെ സഹായിക്കണമേ. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ചിലരെ കുറിച്ച് പറയുന്നുണ്ട്, ഹതഭാഗ്യനാണ് ഞാൻ, ഹതഭാഗ്യ, എന്നെ പോലൊരു വ്യക്തി ഇങ്ങനെ ജനിക്കരുത്. അവർ ഭൂതകാലങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ അവർക്കുണ്ടായ വിഷമങ്ങളിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നു. അവർക്കതുകൊണ്ട് ഇന്ന് മനസ്സിന് ഭയങ്കര ഭാരമായി, ശരീരത്തിന് മുഴുവൻ രോഗമായി, ഇന്നത്തെ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ പറ്റാതെ പോകുന്നു. നാളെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. തങ്കച്ചായ, അങ്ങനെ വേദനിക്കുന്ന നൂറ് കണക്കിന് ആളുകൾ ഉണ്ട്. മനുഷ്യരോട് ആരോട് തുറന്നു പറയാൻ കഴിയാതെ വിഷമിക്കുന്ന അനുഭവം. ഹസ്ബൻഡ് മദ്യപാനിയ, 4 പെൺമക്കൾ ഇവർക്ക് ഉണ്ട്. 3 പേരെ വിവാഹം കഴിപ്പിച്ച് അയച്ചു. ഒരു മകൾ ഇനിയും വിവാഹം കഴിക്കാനുണ്ട്. അവർ പറഞ്ഞ വാക്ക്, ഭർത്താവ് ഒരു മൊട്ടുസൂചി പോലും വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല. വീട്ടിനകത്ത് മദ്യപിച്ചിട്ട് വന്നിട്ട് ഉപദ്രവവും ബഹളവും ഉള്ള സാധനങ്ങൾ, ഇവർ എന്തൊക്കെയോ ഒരു കൂലിപ്പണി ഏതാണ്ട് ഒരു തോട്ടത്തിലും മറ്റോ ജോലി ചെയ്യുന്നൊരു മാന്യ സ്ത്രീയാണ്. അപ്പോൾ അവർ ഉണ്ടാക്കുന്ന ആ വസ്തുക്കൾ എല്ലാം തന്നെ വലിച്ചെറിയുന്നു. ആ കുഞ്ഞുങ്ങളുടെ പഠനം, ആ കുട്ടികളുടെ വിവാഹം, അവർ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രെയിൻ കേരളയെ അവർക്ക് ലഭ്യമായത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അവർ ചെയ്യുന്നത്, ഓരോ ആഴ്ചയിലും അവരുടെ ഓരോ വിഷമങ്ങൾ ബ്രെയിൻ കേരളയിലേക്ക് വിളിച്ചു പറയും. ലോകത്തിൽ ആരും എനിക്ക് എൻ്റെ ഭാരം പറയുവാൻ ഇല്ല, ഹസ്ബൻഡിനോട് പറയാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങൾക്ക് അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്, ബ്രെയിൻ കേരള മാത്രം. അപ്പോൾ ഇന്നലെ ഈ മാതാവ് വിളിച്ചപ്പോൾ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അറ്റൻഡ് ചെയ്ത സന്ദർഭത്തിൽ ഈ മാതാവ് വിളിച്ചപ്പോൾ ഞാൻ തന്നെ അറ്റൻഡ് ചെയ്ത്. അപ്പം അമ്മ കഴിഞ്ഞ ആഴ്ച ഇത് പറഞ്ഞതല്ലേ, ഇപ്പം ഞാൻ പറഞ്ഞു വേഗത്തിൽ ഇവിടെ ഇഷ്ടംപോലെ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത്തിരി ധൃതി പിടിച്ച് ഞാൻ പറഞ്ഞു, അമ്മേ ഞാനതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഇനിയും ഉപവാസ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഈ വിവരം വിളിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ അമ്മ അങ്ങ് വല്ലാതെ വിഷമിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ലോകത്തിൽ ആരുമില്ല എൻ്റെ ഭാരങ്ങൾ തുറന്നു, ആരെ വിളിച്ചാലും പണം തരാമെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം, കേരളയിൽ മാത്രമേ എനിക്ക് ധൈര്യമായിട്ട് വിളിക്കാൻ പറ്റത്തുള്ളൂ. അവിടെയും ഇപ്പോൾ നിങ്ങൾ ധൃതി കാണിക്കുകയാണോ? ബ്രെയിൻ കേരളയും തടസ്സം പറയുകയാണ്. ഇതൊക്കെ അവരനുഭവിക്കുന്ന വിഷമോ. തങ്കച്ചാൻ ഇതിങ്ങനെ ടെലിഫോണിൽ കൂടെ വേഗം പറ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷെങ്കിൽ തങ്കച്ചാൻ അങ്ങനെ ചെയ്യരുത്, വഴക്ക് പറയാൻ. ഇതിപ്പോൾ ഞാൻ തന്നെ ഇത് പറഞ്ഞിരിക്കുമ്പോൾ ആരാ എന്നെ വഴക്ക് പറയുന്നത്? ഞാൻ തന്നെ, ഹൈ സാമേ, ഇനി ഒരിക്കലും നീ അങ്ങനെ ചെയ്യരുത്, തീർച്ചയായിട്ടും ഞാൻ തന്നെ എന്നെ അടിക്കുന്നു, ഞാൻ തന്നെ ആ ശിക്ഷ സഹിക്കുക, ദയവുണ്ടായി ക്ഷമിക്കണമേ അമ്മേ. അമ്മയ്ക്ക് കാര്യങ്ങൾ പറയാം, പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാം, തീർച്ചയായിട്ടും അറിയിക്കാം. പക്ഷേ നമ്മളുടെ പരസ്യം കൂടാതെ, നമ്മളുടെ പ്രയത്നം കൂടാതെ ബ്രെയിൻ കേരളയിലേക്ക് വിളിക്കുന്നവരുടെ
എണ്ണം അധികമായിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തങ്കച്ചായ 100 പേര് ഇവിടെ 100 കോളുകൾ ഇവിടെ ഇതിൽ നിന്ന് 100 എണ്ണത്തെ എടുത്താൽ 100 പേര് ഹാർവസ്റ്റ് ടി വിയിലൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ വിളിക്കുന്നവരായിരിക്കും. പക്ഷേ 150 പേര് അവർ പറഞ്ഞിട്ട് ഇന്നലെ എനിക്ക് തോന്നുന്നു ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു 10-20ലധികം ആളുകൾ ഞാൻ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ 1 മണിക്കൂറിനുള്ളിലാണ് ഈ 10-40 കോളുകൾ അറ്റൻഡ് ചെയ്തതിൽ 20 എണ്ണത്തിലധികമെങ്കിലും മറ്റുള്ളവർക്ക് പ്രേയിങ് കേരള കുറിച്ച് ഒരു വിവരവുമില്ല. ഞാൻ അന്നേരം എടുത്ത് ചോദിക്കാൻ ഇതാരാ പറഞ്ഞത്? നിങ്ങളെ അറിയാവുന്ന ഒരാളാണ് പറഞ്ഞത്, നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് പറഞ്ഞത്. എനിക്ക് സൗഖ്യം കിട്ടണം, എനിക്കും രക്ഷപ്പെടണം, എനിക്ക് ഒരു എഴുന്നേറ്റം വേണം. ഇങ്ങനെയല്ലേ നിലവിളി? ഒരു ചെമ്പ് അരി വെന്തോന്ന് നോക്കാനായിട്ട് തങ്കച്ചായ അതെല്ലാം കൂടെ ഞെക്കി നോക്കണ്ടല്ലോ. സമൂഹത്തിൻ്റെ നിലവിളിയാ, എനിക്കും രക്ഷപ്പെടണം, എനിക്കും വെല്ലുവിളികളിൽ നിന്ന് തല ഉയർത്തണം, എനിക്കും ഒരു സൗഖ്യം വേണം. ഇന്ന് ആശുപത്രിയിൽ പ്രേയിങ് കേരളയെക്കുറിച്ച് അറിയത്തില്ല, പക്ഷെ അവിടെ കിടക്കുന്ന ആ വ്യക്തിയുടെ നിലവിളി അതല്ലേ, എനിക്കും സൗഖ്യം വേണം. അല്ലേ തങ്കച്ചായ? എല്ലാവരും നിലവിളിക്കുന്നു, എല്ലാവരും ആഗ്രഹിക്കുന്നു. അതാണ് എനിക്ക് ഈ പ്രയാസത്തിന്റെ കരകയറണം, ആരുണ്ട് എന്നെ സഹായിക്കാനായിട്ട്. അപ്പൊ അവർക്കൊരു പിടിവള്ളി എന്ന് പറഞ്ഞ പോലെ ഇതാണ് പ്രേയിങ് കേരള. അവിടെ പോയി നമ്മൾ ആരും പറയുന്നില്ല, അവിടെ അവരെ കാണാൻ വരുന്ന മറ്റു രോഗികളാണ് പറയുന്നത് നിങ്ങൾ പ്രേയിങ് കേരള വിളിച്ചറിയിക്കുക എന്ന്. തങ്കച്ചായ ഇന്നലെ ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു സഹോദരി ഇവിടെ വിളിച്ചിട്ട് അവരുടെ സുഹൃത്ത് ഒരു ഹെഡ് മിസ്ട്രസ് അവർക്ക് ക്യാൻസർ വന്നു. അവരെ ട്രിവാൻഡ്രത്തുള്ള പ്രശസ്തമായ ഹോസ്പിറ്റലുകളിലൊക്കെ ചികിത്സിച്ചിട്ടും അവർക്ക് ആ ക്യാൻസർ വർദ്ധിച്ചു. കഴിഞ്ഞ ദിവസം അവർക്ക് ന്യൂമോണിയായി കൂടി കഴിഞ്ഞപ്പോൾ അവരുടെ 2 മക്കളും മെഡിക്കൽ ഡോക്ടേഴ്സ് തന്നെ. അപ്പോൾ അവർ അന്വേഷിച്ചപ്പോൾ ചെന്നൈയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ഇതിന് എന്തോ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഈ അമ്മയെ ഒരു മൊബൈൽ ICUവിനകത്ത് ആക്കിയിട്ട് ഇവരെ കൊണ്ട് പോകുമ്പോഴാണ് ഈ കൂട്ടുകാരി അധ്യാപിക വിളിച്ചു പറയുന്നു, ആ ഹെഡ് മിസ്ട്രസിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവർ സൗഖ്യമാകണം. അപ്പോൾ ഞാനത് എഴുതി വെച്ചതിന് ശേഷം ഫോൺ കട്ട് ചെയ്ത് എന്നിട്ട് അവർ പറഞ്ഞു പ്രേയിങ് കേരളയിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബമാണ്, അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ തിരിച്ചു വിളിച്ച് അവരുടെ നമ്പർ എടുത്തിട്ട് ആ മകളോടും ഈ അമ്മയ്ക്കാണെങ്കിൽ സംസാരിക്കാൻ വയ്യ, ഓക്സിജനിലും മറ്റ് സംവിധാനത്തിൻ്റെ സഹായത്തിൽ അവർ ശ്വസിക്കുന്നത് 3 മണിക്കൂർ. ഞാൻ വിളിക്കുമ്പോഴേക്കും പിന്നെയും 3 മണിക്കൂറെങ്കിലും എടുക്കും അവർക്ക് ചെന്നൈയിലേക്ക് പോകാൻ. ആംബുലൻസിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. തങ്കച്ചായ എനിക്കൊരു വാക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിച്ചു. ആ ടീച്ചറിൻ്റെ ആവശ്യം ഇത്ര മാത്രമേ ഉള്ളൂ, എനിക്കും യേശുവിൻ്റെ സൗഖ്യം വേണം. ഈ നിലവിളികളാണ് പ്രേയിങ് കേരളയിൽ നമ്മൾ കേൾക്കുന്നത്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, കൂടുതൽ ആളുകൾക്ക് വന്ന് ഇവിടെ വർക്ക് ചെയ്യാനുള്ള സംവിധാനം വേണം. കൂടുതൽ ആളുകളിലേക്ക് പ്രേയിങ് കേരള കുടുംബത്തിന് എത്തിച്ചേരുവാനുള്ള സൗകര്യം ദൈവമേ ഒരുക്കി തരണമേ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. ഇതുപോലെ ഡോക്ടേഴ്സ് കൈവിട്ട ഒരു ഡോക്ടർ ജോസ്, അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇതായിരുന്നു. അദ്ദേഹം കുറച്ച് റബ്ബർ അവർക്കുണ്ട് കണ്ണൂർ ജില്ലയിലെ ഇദ്ദേഹത്തിന്. അപ്പോൾ ആ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലച്ചോറിലെ ഞരമ്പുകൾ പൊട്ടി, തലയിലേക്കുള്ള ഞരമ്പുകൾ പൊട്ടി ഹോസ്പിറ്റലാക്കി അബോധാവസ്ഥയിലേക്ക് മാറി 30 ദിവസങ്ങൾ വെന്റിലേറ്ററിൻ്റെ സഹായത്തിലായിരിക്കുമ്പോഴാണ് സഹോദരി പ്രേയിങ് കേരളയിൽ വിളിച്ച് പ്രാർത്ഥന സഹായം തേടിയത്. ഇന്നലെ അവർ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഡോക്ടേഴ്സ് 100% കൈവിട്ടിരുന്നു. അവർ ഉപയോഗിച്ച വാക്ക് ഞാൻ അങ്ങനെ തന്നെയാണ് അത് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. തങ്കച്ചായ, ഡോക്ടേഴ്സ് കൈവിടുന്ന സാഹചര്യത്തിലൂടെ പോകാം, പക്ഷെ കൈവിടാത്ത യേശു നമുക്കുണ്ട്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ ജീവിതങ്ങളെ യേശു വിടുവിക്കുക. ഈ സന്ദർഭത്തിൽ ജിജി സാറ് നമുക്ക് ടെലഫോണിൽ വരുന്നുണ്ട്. കർത്താവ് എൻ്റെ സന്നിധിയിൽ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അവർ പറഞ്ഞു 30 ദിവസങ്ങൾ വെന്റിലേറ്ററിലായിരുന്നു, ഡോക്ടേഴ്സ് പൂർണ്ണമായും കൈവിട്ടു. പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ നടക്കുന്നു, ആരോഗ്യത്തോടെ ആഹാരം കഴിക്കുന്നു, അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യാനും സാധിക്കുന്നു. നാട്ടിലുള്ളവർക്ക് പോലും ഇത് അതിശയമായി മാറിയിരിക്കുക. ഈ യേശു എത്ര നല്ലവൻ. ജിജി സാറേ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടോ? ഉണ്ട് സഹോദരൻ. കർത്താവിൻ്റെ അത്ഭുതകരമായ വിടുതൽ. സാറേ, നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രേയിങ് കേരളയിൽ വരുന്ന ഒരുപാട് വ്യക്തികളുടെ വിവരങ്ങൾ നമുക്ക് ആരോടും പറയാൻ പറ്റാത്തതാ. ആ വിഷയങ്ങളുടെ മേൽ, ആ പ്രിയപ്പെട്ടവരുടെ മേൽ, ആ ആശുപത്രിയിൽ കിടക്കുന്നവർ, ആ ഓഫീസിലായിരിക്കുന്നവർ, ഇപ്പോൾ ജോലിക്ക് പോകാൻ ഒരുങ്ങുന്നവർ, വീട്ടിനകത്തായിരിക്കുന്നവർ, ഇപ്പോൾ കിടന്ന് ഉറങ്ങുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ മേലും യേശുവിൻ്റെ നിറവും അനുഗ്രഹവും ഉയർച്ചയും ഉണ്ടാകണം. തങ്കച്ചായ, നമ്മൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് അവരെ അനുഗ്രഹിക്കത്തില്ല? തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. നമ്മൾ തിരുവനന്തപുരം ലൂക്കോസിന്റെ 1:37 വായിക്കുന്നത് ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. അങ്ങനെയെങ്കിൽ സാറേ, ജി സാറെ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ കർഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജി സാർ പ്രാർത്ഥിച്ചാട്ടെ.
കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആദ്യമായി പങ്കെടുക്കുന്നവരുണ്ട് കർത്താവ്. ദൈവമേ, ഇപ്പോൾ കർത്താവ് രോഗികളായി ഭാരപ്പെടുന്നവർ, കർത്താവ് യാത്രയിലായിരിക്കുന്നവർ, കർത്താവ് ഭവനത്തിൽ വിശ്രമിക്കുന്നവർ, ഇവർക്ക് കീഴിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അസാധാരണമായിരിക്കുന്ന ദൈവിക സാധ്യതകളാൽ അവർ നിറയട്ടെ കർത്താവ്. ദൈവിക നന്മകളാൽ അവർ നിറയട്ടെ കർത്താവ്. അവരിപ്പോൾ എവിടെയായിരിക്കുന്നുവോ, ഏതവസ്ഥയിലായിരിക്കുന്നുവോ കർത്താവ്, അങ്ങയിലുള്ള സാധ്യതകൾ കർത്താവ് ഞങ്ങൾ അവരിൽ കൊണ്ടുവരുന്നു കർത്താവ്. അവിടുത്തെ ജീവനെ കർത്താവ്, അവിടുന്ന് ക്രൂശിൽ തികച്ചതാക്കിയ സൗഖ്യത്തെ ഞങ്ങൾ അവർ കൊണ്ടുവരുന്നു കർത്താവ്. ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ കർത്താവ് ഇനി ഞങ്ങൾ വസിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓരോരുത്തരും കർത്താവ് ദൈവമേ ഏത് അവസ്ഥയിലായിരുന്നാലും കർത്താവ് ഇന്ന് പോയക്കാൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടതിനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓരോരും ചെയ്യുന്നതായിരിക്കുന്ന അവരുടെ കൈകളിലെ പ്രവൃത്തികളെ കർത്താവ് നീയോട് സാധ്യമാക്കി കൊടുക്കണം കർത്താവ്. നീയോട് സഹായിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. തങ്കച്ചായ, നമ്മൾ എല്ലാ ബുധനാഴ്ചയും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രേം കേരള കുടുംബത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രേം കേരള തുടങ്ങിയ സമയം മുതൽ തന്നെ നമ്മൾക്ക് ഈ ഒരു കാര്യം ചെയ്യുവാനുള്ളൊരു നിയോഗമാണ് പരിശുദ്ധാത്മാവ് നൽകി തന്നു. ഉൽപ്പത്തി പുസ്തകം 2:15 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് ഏദൻ തോട്ടത്തിൽ കൊണ്ടുവന്നാക്കി അല്ലേ. മനുഷ്യനെ അവിടെ ആക്കിയിട്ട് പിന്നെ ദൈവം ഏദൻ തോട്ടം സൃഷ്ടിക്കില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഉള്ളതെല്ലാം നല്ലൊരു ഹാബിറ്റാറ്റ് ദൈവം അവന് വേണ്ടി ഒരുക്കി കൊടുത്തു. അവിടെ ചെന്നിട്ട് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന കൽപ്പനകളിലൊന്ന് തോട്ടത്തിൽ വേല ചെയ്യുക, ഇത് ഫലസമൃദ്ധമാക്കുക, ഇതിലെ ഫലങ്ങളെ അനുഭവിക്കുക, പക്ഷെ അപ്പോൾ തന്നെ അതിനെ കാക്കുകയും കൂടെ ചെയ്യുക. ആ തിരുവെഴുത്ത് നമുക്ക് ഒന്ന് വായിക്കാം. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ് ഇറ്റ് എന്ന വാക്ക്, കാക്കുക എന്നതിൻ്റെ അർത്ഥമാക്കുന്ന വൃത്തിയാക്കുക എന്ന അർത്ഥത്തിൽ ഉള്ള അതിനേക്കാളൊക്കെ ഒരുപാട് എനിക്കൊരു 100 മണിക്കൂറെങ്കിലും നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാലും തീരാത്ത ഒരു പദം ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗൂഗിൾ സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാണല്ലോ. ആ വാക്കുകൾ ഗൂഗിൾ ചെയ്ത് പഠിക്കുക പകൽ സമയത്തൊക്കെ അത് പഠിക്കുക. അത് ഒത്തിരി നല്ലതായിരിക്കും. God wants us to be protectors of our universe and the nature. നമ്മുടെ ഭൂമിയെയും എല്ലാത്തെയും നമുക്ക് ദൈവം തന്നിരിക്കുന്ന, പാർക്കുവാൻ തന്നിരിക്കുന്ന ഈ സംവിധാനത്തെ നമുക്ക് സംരക്ഷിക്കുവാനും കൂടെയുള്ള കടപ്പാട് നമുക്കുണ്ട്. തങ്കച്ചായ, കഴിഞ്ഞ അനേക വർഷങ്ങൾ പ്രേം കേരളയിൽ ഇത് ചെയ്യാൻ തുടങ്ങിയതോടുകൂടെ പലരും വിളിച്ചു, ബ്രദറെ ഞാനിപ്പോൾ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയത്തില്ല. നേരത്തെ ഞങ്ങൾ വീട്ടിലെ വേസ്റ്റൊക്കെ അതിലേയും ബൈക്കിൽ പോകുമ്പോൾ എങ്ങോട്ടേലുമൊക്കെ വലിച്ച്, ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ഇപ്പോൾ ഒരു പരിസരബോധമായി എല്ലായിടവും വൃത്തിയാക്കി സൂക്ഷിക്കണം. റോഡിലെങ്ങും ഞങ്ങൾ ഒരു വേസ്റ്റ് കിടക്കാൻ സമ്മതിക്കത്തില്ല. മാത്രമല്ല ചിലർ വിളിച്ചു പറയുന്നു, റോഡരികിലൊക്കെ ഞങ്ങളിപ്പോൾ ചെടികളൊക്കെ നടുന്നു, ഞങ്ങളുടെ ഏരിയയിൽ റോഡൊക്കെ തന്നെ നല്ല ഭംഗിയായി നല്ല മരങ്ങൾ നടുന്നു. താങ്ക് യു. അത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന കടപ്പാടാണ്, ഉത്തരവാദിത്വമാണ്. നമുക്ക് പാർക്കുവാനുള്ള ദേശത്തെ, നമ്മുടെ രാജ്യത്തെ നമുക്ക് സംരക്ഷിക്കുവാൻ, നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. അതുമാത്രമല്ല, ഇത് വിളവെടുപ്പിൻ്റെ സമയമാണ് തങ്കച്ചായ. അപ്പോൾ കർഷകരുമായി ബന്ധപ്പെട്ട് ഒത്തിരി വിഷമങ്ങളുടെ വിവരങ്ങൾ നമുക്ക് പ്രേം കേരളയിൽ വരുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇപ്പോൾ സന്തോഷിക്കേണ്ട സമയമാണ്, പക്ഷെ അവർക്ക് സന്തോഷിക്കാൻ പറ്റാതെ, കൊയ്ത്ത് നടക്കുന്നുണ്ടോ പക്ഷെ അവർ പ്രതീക്ഷിച്ച ഒരു വിളവില്ലാതെ, അല്ലെങ്കിൽ വിളവുണ്ട് പക്ഷെങ്കിൽ അതിനൊരു വിലയില്ലാതെ, ഒരു വരുമാനമില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് കർഷകരുടെ അനുഭവങ്ങൾ പ്രേം കേരളയിൽ വരുന്നുണ്ട്. തങ്കച്ചായ, അനേക കർഷകർ വളരെ പ്രയാസത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പറഞ്ഞതുപോലെ അവരുടെ കാർഷിക വിളകളൊക്കെ ഉണ്ടായി കേടൊരു വശത്ത് വരുന്നു. അപ്പോൾ നമുക്കറിയാം ഇഞ്ചി കർഷകരൊക്കെ അനേക ഏരിയകൾ ഇഞ്ചി കൃഷി ചെയ്യുന്നുണ്ട്. 3 കോടി രൂപ ഇഞ്ചി കൃഷി ചെയ്ത് കടമായ ഒരാളുടെ വിവരം ഇവിടെ ഉണ്ട്, ഇതിനകത്തുണ്ട്. അതുപോലെയുള്ള വിഷയങ്ങൾ വളരെ കടന്നു. അതുപോലെ നെൽകർഷകർ വന്നിട്ട് നല്ല വിളവായിരുന്നു, പക്ഷേ ഇത് കൊയ്തെടുത്തു കൂട്ടിയിട്ട് അത് വിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരൊക്കെ ഇവിടെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കാറുണ്ട്. അപ്പോൾ തന്നെ ഒരു ബഹുമാന്യ കർത്തൃദാസൻ അച്ഛന് അദ്ദേഹം ആ പള്ളിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പള്ളിയുടെ മുറ്റത്ത് ഉള്ള സൗകര്യത്തിൽ അവിടെ കൃഷിയൊന്നും ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ എല്ലാം പാറയോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇവർ പ്രേം കേരള ചേർന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു. അപ്പോൾ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് അവർ ഈ വെള്ളമൊക്കെ കുറേ ദിവസങ്ങളൊക്കെ ഒഴിച്ച് പ്രാർത്ഥിച്ചു. ദൈവമേ, തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്ന ദൈവം നമ്മുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കും. ഇനിയും ചെയ്ത് കണ്ടോ തങ്കച്ചായ, അദ്ദേഹത്തിൻ്റെ വൈഫും കുഞ്ഞുങ്ങളും എല്ലാവരും കൂടി ചെയ്തിട്ട് അവർ അവിടെ തന്നെ ഒന്നും ഉണ്ടാകാത്തടത്ത് ഒരു വാഴ കുഴിച്ചു വെച്ചു. അതിൻ്റെ കൊല നമുക്ക് ഇത് നോക്കി, ഇത്രയും വലിയ
കായ, ഇത് ദൈവത്താൽ കഴിയാത്ത എന്ത് കാര്യം അവർ പറഞ്ഞ പാറക്കെട്ട മുഴുവൻ, പക്ഷേ അതിനകത്തും നല്ല ഫലം തരുവാൻ ഈ യേശു മതിയായവൻ. അങ്ങനെയെങ്കിൽ ഇന്ന് ആ ഫാക്ടറി, താങ്കളുടെ ആ വരുമാന മാർഗ്ഗങ്ങൾ, ആ ഓഫീസ് അടഞ്ഞു കിടക്കുകയാണോ? അല്പം എണ്ണയോ വെള്ളമോ ഒക്കെ എടുത്തുകൊണ്ട് ആരും അറിയണ്ട, യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് കൊണ്ടുപോയതിൽ തൊട്ട് ഒന്ന് പ്രാർത്ഥിച്ചു, യേശുവേ അതെന്താ തങ്ങച്ചായ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശു എൻ്റെ വിഷയത്തിൽ ഇറങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പാക്കേണ്ടതിന് എൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് ആ അടഞ്ഞു കിടക്കുന്ന വാതിലുണ്ട്, അത് തുറന്നു വരട്ടെ. പൂട്ടിയിട്ടിരിക്കുന്നത് 50 മീറ്റർ ദൂരത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ KSFE അത് തന്നെ അവർ പൂട്ടിയിട്ടിരിക്കുക, പിടിച്ചെടുത്തതിന് ശേഷം പൂട്ടിയിട്ടിരിക്കുക. ഞങ്ങൾ നോക്കി നിൽക്കും, നാട്ടുകാർ നോക്കി നിൽക്കുമ്പോൾ ആ പൂട്ട് തനിയെ തുറന്നത് ഞങ്ങൾക്ക് കോട്ടയത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഏത് വാതിലാണ് യേശുവിനെ തുറക്കാൻ പറ്റാത്തത്? ഏത് വാതിലാണ് ദൈവത്തിന് അടയ്ക്കാൻ പറ്റാത്തത്? താങ്കളുടെ നന്മകളെ ചോർത്തിക്കളയുന്ന വാതിലുകളെ അടയ്ക്കുവാൻ പുതിയൊരു സാമ്പത്തിക വർഷത്തിലേക്ക് നമ്മൾ കയറുക. അതിനു മുമ്പ് ദൈവമേ കൊടുത്തു തീർക്കേണ്ടതൊക്കെ കൊടുത്തു തീർക്കണം, വേണ്ടതൊക്കെ കിട്ടേണ്ടതൊക്കെ കിട്ടണം, ചെയ്തെടുക്കേണ്ടതൊക്കെ ചെയ്തെടുക്കണം, ഉളവാക്കണം, പൊളിക്കണം. ദൈവമേ എൻ്റെ കൈകളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, എൻ്റെ ഫാക്ടറിയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, പുതിയ പുതിയ ബിസിനസ്സുകളെ നൽകി തരണമേ. ആവർത്തനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, God gives ability to make money and wealth. ദൈവം ധനത്തെയും പണത്തെയും ഉളവാക്കുവാൻ ദൈവം ജ്ഞാനവും ശേഷിയും നൽകി തരുന്നു. Someone said an idea can change your life. അത് ആ തിരുവെഴുത്തിൽ നിന്നാണ് അത് എടുത്തിരിക്കുന്നത്. ആശയങ്ങളെ തരുവാൻ ദൈവം മതിയായ ദൈവമാണ്. ഇന്ന് രാവിലെ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കുന്ന തങ്ങച്ചായ കർഷകർക്കായി പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ സാമ്പത്തികമായി വെല്ലുവിളികൾ നേരിടുന്ന, ഇന്നലെയും സംസാരിച്ച പല പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കുവാനുള്ള, കെട്ടിച്ചു വിടുവാൻ നിവൃത്തിയില്ല, വീടിൻ്റെ പണി തുടങ്ങി എങ്ങും എത്താതെ കടന്നു പോകുന്നത്. തങ്ങച്ചായ നമ്മളൊന്നിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം അനുഗ്രഹിക്കത്തില്ല തങ്ങച്ചായ? തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിക്കും. കർത്താവിന് നമുക്ക് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. നമ്മുടെ വിഷയങ്ങളുമായി കർത്താവിൻ്റെ അടുക്കൽ നമ്മൾ ചെല്ലുമ്പോൾ കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടുന്ന കർത്താവല്ല. നമുക്ക് ഈ ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള വീസയ്ക്ക് വേണ്ടി ഇവർ വളരെ നാളുകളായിട്ട് പരിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഈ സന്ദർഭത്തിൽ പ്രൈം കേരളയുടെ ഉപവാസ പ്രാർത്ഥന ജനുവരി മാസത്തിൽ വന്നത്. ആ മാസത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് മാസം തീരുന്നതിന് മുമ്പ് വീസ സാങ്ഷനായി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഹസ്ബൻഡിന് ജോലി മാസങ്ങളായിട്ടില്ലാതെ വിഷമിക്കുകയായിരുന്നു. ജനുവരി മാസത്തിലെ ഫാസ്റ്റിംഗ് പ്രേയറിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. നല്ല ജോലി സൗത്ത് ആഫ്രിക്കയിൽ അവർക്ക് ലഭിച്ചു. പ്രൈം കേരളയുടെ ഉപവാസ പ്രാർത്ഥനയെ ചേർന്ന് ജനുവരിയിലാണ് ഇവർ ചേർന്ന് പ്രാർത്ഥിച്ചത്. ഹസ്ബൻഡിന് മദ്യപാനം മാറിക്കെട്ടി പ്രാർത്ഥിച്ചു. എല്ലാവർക്കും നന്ദി പറയുന്നു. ഭവനവും സ്ഥലവും ഇല്ലാതെ വിഷമിക്കുകയായിരുന്നു. പ്രൈം കേരളയിൽ ഡിസംബറിൽ നടന്ന ഫാസ്റ്റിംഗ് പ്രേയറിൽ പ്രാർത്ഥിച്ചു. കർത്താവ് അതെല്ലാം നൽകി തന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും, ഇങ്ങനൊരു പ്രാർത്ഥന ഒരുക്കി തന്നവർക്ക് അവർ നന്ദി അറിയിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിന് വർഷങ്ങളായിട്ട് നടുവേദനയിൽ വിഷമിക്കുകയായിരുന്നു. പല മരുന്നുകൾ പരിശ്രമിച്ചിട്ടും പ്രയോജനമില്ലാതെ പോയി. പ്രൈങ്കല ചേർന്ന് കഴിഞ്ഞ ജനുവരിയിൽ ഉപവാസ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിച്ചു. അന്ന് പോയതാ നടുവേദന. MBBSൻ്റെ ഫൈനൽ ഇയറിൻ്റെ എക്സാമിൻ്റെ സന്ദർഭത്തിൽ ഇവർ പ്രൈങ്കലയിലേക്ക് ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അറിയിച്ചു. പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത് ഈ മകൻ്റെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഈ മകൻ്റെ ഫൈനൽ ഇയറിൻ്റെ എക്സാം നടക്കുകയായിരുന്നു. അവൻ നല്ല റിസൾട്ടോടുകൂടിയാണ് പാസ്സായത്. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. 3 മാസങ്ങളായിട്ട് ചുമ, ശബ്ദം നഷ്ടപ്പെട്ടു. പ്രൈങ്കലയുടെ ഉപവാസ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിച്ചു. അവരറിയിച്ചിരിക്കുന്നത് 14/2/2022 അറിയിച്ചിരിക്കുന്നത് യേശുവിൻ്റെ അത്ഭുത സൗഖ്യം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഹസ്ബൻഡിന് ജോലി സ്ഥലത്തു നിന്ന് കുറേ പണം ലഭിക്കേണ്ടതുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻസിന് വേണ്ടി കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളുകളായി. ഈ വിഷയം പ്രൈങ്കല ചേർന്ന് പ്രാർത്ഥിച്ചു. 13/2/2021 അവരറിയിച്ചിരിക്കുന്നത് ആ ഉപവാസ പ്രാർത്ഥനയിൽ അവരും നമ്മളിവിടെ വിളിച്ചറിയിക്കുക മാത്രമല്ല, ഒരു ഷീറ്റ് പേപ്പറിനകത്ത് അവരും ഈ വിഷയം എഴുതി വെച്ചു. ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ സന്നിധിയിൽ അത്ഭുതകരമായി ആ പണവും ലഭിച്ചു, ഡോക്യുമെൻറ്റുകളും ലഭിച്ചു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. കാലിൽ നീരായിട്ട് ഒത്തിരി നാളായിട്ട് വിഷമിക്കായിരുന്നു. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് പരിപൂർണ സൗഖ്യത്തെ നൽകി തന്നു. മകന് വീട്ടിൽ ജോലിയില്ലാതെ വിഷമിക്കായിരുന്നു. ഉപവാസ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിച്ചു. നല്ല ജോലി കിട്ടി. ഇനിയും ബോണസ്. അവൻ്റെ സ്വഭാവത്തിലും യേശു മാറ്റം നൽകി. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. മകൾ കുവൈറ്റിലായി ഇവർ ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത് അവർക്ക് വീസ സംബന്ധമായ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത് പ്രൈം കേരളയിൽ വിളിച്ചറിയിച്ചു. മാത്രമല്ല അവർ വീട്ടിലും ഒരു ഷീറ്റ് പേപ്പറിനകത്ത് അത് എഴുതി വെച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. അതെല്ലാം കർത്താവ് പരിഹരിച്ചു കൊടുത്തു. തങ്കച്ചായ, കർത്താവ് പറഞ്ഞ വാഗ്ദത്തമല്ല ഇവിടെ നിറവേറുന്നത്. തീർച്ചയായിട്ടും കർത്താവ് പറഞ്ഞ
വാഗ്ദത്തം നിറവേറുന്നു. സാമ്പത്തിക നമ്മുടെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന നാളെ തുടങ്ങുകയാണ്. നാളെ രാവിലെ ഈ ആരാധനയ്ക്ക് ശേഷം ഇതേ ചാനലിൽ വന്നിട്ട് 11 മുതൽ 12 വരെയാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. ഈ അമ്മ അറിയിച്ചിരിക്കുന്ന കാലിന് ബലക്കുറവ്, ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഓർമ്മയായ കാലം തൊട്ടുണ്ട്. പ്രേം കേരളയുടെ ഉപവാസ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിച്ചു. അന്ന് പോയതാ ഈ പ്രയാസങ്ങളൊക്കെ, ഇതുവരെ അത് വന്നിട്ടില്ല. കർത്താവ് എത്ര നല്ലവൻ. കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രേയറിൽ ചേർന്ന് പ്രാർത്ഥിച്ച വേളയിൽ അമ്മയുടെ സ്ഥിതി ഇതായിരുന്നു. അമ്മയ്ക്ക് സൗഖ്യമില്ലാതെ വിഷമിക്കുക. അമ്മയ്ക്ക് അല്പം വെള്ളവും എണ്ണയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് കൊടുത്തു. ആ ഉപവാസ പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ കർത്താവ് അമ്മയ്ക്ക് സൗഖ്യം നൽകി കൊടുത്തു. ഇത് അറിയിക്കുന്ന കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ പ്രേം കേരള ചേർന്ന് പ്രാർത്ഥിച്ച വിഷയം ഇങ്ങനെയായിരുന്നു. മകന് വേഗത്തിൽ പാസ്പോർട്ട് കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ തന്നെ അത് ലഭിച്ചു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇതിങ്ങനെ പോവുക. ഞാൻ ഉപവാസ പ്രാർത്ഥനയുടെ ഈ റിസൾട്ടുകൾ വായിച്ചാൽ തീരത്തില്ല. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ ദൈവമേ ദൈവമേ, ഇന്ന് പ്രവർത്തിക്കണമേ, ഇപ്പോൾ പ്രവർത്തിക്കണമേ. ജിജി സാർ ടെലഫോണിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ ജിജി സാറേ. ജിജി സാർ പോയോ? ജി സാർ പോയി. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. തങ്ങച്ച നമ്മുടെ കൈകളുടെ പ്രവർത്തികളെ കർത്താവ് സാധ്യമാക്കേണ്ടതിന് ഒന്നിച്ച് കർഷകർ അനുഗ്രഹിക്കപ്പെടേണ്ടത്, ഇൻഡസ്ട്രീസ് അനുഗ്രഹിക്കപ്പെടേണ്ടത്, ഫൈനാൻഷ്യൽ സെക്ടർ അനുഗ്രഹിക്കപ്പെടേണ്ടത്, എല്ലാ പ്രൊഡക്ഷൻ സെൻറ്ററുകളും അനുഗ്രഹിക്കപ്പെടണം. ആ കൈകളുടെ പ്രവർത്തികൾ. ചെറിയ മാടക്കടയുണ്ട്, 4 മുട്ടായി വിൽക്കുന്ന ഒരു കടയായിരിക്കും. അവരുടെ കൈകളുടെ പ്രവർത്തികളും സാധ്യമാകട്ടെ. സർവീസ് മേഖലയിലുണ്ട്. നമുക്ക് അവരുടെ കരങ്ങളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് ഒന്നിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് നടുന്ന ചെടി, ഇന്ന് നടുന്ന കൃഷി, ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോകുന്നവരുണ്ട്. അവരവിടെ ചെല്ലുമ്പോൾ തന്നെ അന്തരീക്ഷം മാറണം. അവരിൽ അനുഭവിക്കുന്ന ദൈവിക നന്മ അവരുടെ കൃഷി സ്ഥലങ്ങളിൽ ഉണ്ടാകണം, ബിസിനസ്സിൽ ഉണ്ടാകണം, ഓഫീസിൽ ഉണ്ടാകണം. തങ്കച്ചായനെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, പ്രിയങ്കല കുടുംബം ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞങ്ങൾ കാർഷിക മേഖലയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ്, കാർഷിക മേഖല അനുഗ്രഹിക്കപ്പെട്ട് കർത്താവ്, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കാലാവസ്ഥ ഉണ്ടാകണം. കർത്താവേ, കാർഷിക വിളകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ്, കേടുകളൊന്നും ഇല്ലാതെ കർത്താവേ, എല്ലാം 100 മേനി കർത്താവ് വിളവുണ്ടാകുവാൻ അവിടുന്ന് സഹായിക്കുന്നത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, സാമ്പത്തികമായ പ്രയാസങ്ങളോട് കടന്നു പോകുന്നുണ്ട്. കർത്താവേ, കാർഷിക ലോണുകൾ എടുത്തവരുണ്ട്. കർത്താവേ, അതുപോലെ കർത്താവ് തിരിച്ചടയ്ക്കാൻ പ്രയാസപ്പെടുന്നവരെ കർത്താവേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവേ, അവർക്ക് സാമ്പത്തിക പുതുവഴി അവിടുന്ന് തുറക്കണം. കർത്താവേ, അതുപോലെ ജീവിതത്തിന്റെ പല മേഖലയിൽ കർത്താവേ, പല പ്രയാസങ്ങളോട് കടന്നു പോകുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർ കർത്താവ് പ്രയാസപ്പെടുന്നുണ്ട്. അതുപോലെ ചെറിയ കുടിൽ വ്യവസായങ്ങൾ ചെയ്യുന്നവരെ അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കരങ്ങളുടെ പ്രവർത്തികളെ സാധ്യമാക്കി കൊടുക്കുന്ന എന്റെ കർത്താവേ, സകല മേഖലയും അനുഗ്രഹിക്കണം. എന്റെ കർത്താവ്, എല്ലാവരും അനുഗ്രഹിക്കുന്ന അനുഗ്രഹിക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ശൈലവും എൻ്റെ കോട്ടയം നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം. യേശുനാഥ നീ എൻ ആശ്രയം. യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയം നീ മാത്രമേ. ഇന്ന് നടക്കുന്ന സകല കാര്യത്തിനും അനുഗ്രഹത്തിനും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആലപ്പുഴയിൽ നിന്നും ഒരു കുടുംബം അറിയിച്ചത് ഇങ്ങനെ അവർക്ക് വീടിൻ്റെ ലോൺ എടുത്തിട്ട് അത് അടയ്ക്കുവാൻ വഴിയില്ലാതെ വളരെയധികം വിഷമിക്കുമായിരുന്നു. ഈ വിഷയം പ്രിയങ്കല ചേർന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവർ ബാങ്കിൽ പോയി സംസാരിക്കാൻ വേണ്ടി കടന്നുപോയി. അവർ പറഞ്ഞ കാര്യം ബാങ്കിൽ അത് സംസാരിച്ചപ്പോൾ നല്ലൊരു ഇളവ് ആ തുകയ്ക്കകത്ത് ലഭിച്ചു. അത് അടയ്ക്കുവാനും ദൈവം അവരെ സഹായിച്ചു. പ്രാർത്ഥിച്ചതിന് എല്ലാ കുടുംബാംഗങ്ങളോടും നന്ദി അറിയിച്ചിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാന കാര്യമായി ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ യാത്രകൾ അനുഗ്രഹിക്കപ്പെടണം. അപ്പോൾ തന്നെ നമ്മൾ എണ്ണയും വെള്ളവും എടുത്ത് പ്രാർത്ഥിക്കാൻ പോവുക. ഇന്നലെയും അറ്റൻഡ് ചെയ്ത പല പ്രിയപ്പെട്ടവരുടെ ടെലഫോണിൽ വിളിക്കും, ബ്രദറെ കുറച്ചുകൂടെ നേരത്തെ എണ്ണയും വെള്ളവും ഒക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ ഈ പലരും പറയുന്നത് ഓഫീസിലൊക്കെ പോയിട്ട് ഇപ്പോൾ ഈ എണ്ണയൊക്കെ പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഓഫീസിലെ വഴക്ക് മാറി, ബോസിൻ്റെ ചൂടാകുന്ന സ്വഭാവം മാറി, സഹപ്രവർത്തകരോടുള്ള അവരുടെ സമീപനം മാറി, ഞങ്ങളുടെ സ്ത്രീ സ്റ്റാഫിനൊക്കെ സേഫായിട്ട് ഇപ്പോൾ ഇരുന്ന് വർക്ക് ചെയ്യാവുന്ന അന്തരീക്ഷം അവിടെ ഉണ്ടായി എന്നൊക്കെ പറയുന്ന സാക്ഷ്യങ്ങൾ ഇന്നലെ എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക. സിനിമതരെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന കൂടെ വരിക. ഇന്ന് ഈ രാവിലെ 6 തൊട്ട് 7 വരെ കഴിഞ്ഞതിന് ശേഷം നാളെ
നാളെയും അതെ, അതുപോലെ നാളെ രാവിലെയും 6 മുതൽ 7 വരെ ഈ പ്രാർത്ഥനയുണ്ട്. എല്ലാ ദിവസവും, അതായത് തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും രാവിലെ ഹാർവസ്റ്റ് ടിവിയിലുള്ള പ്രാർത്ഥന വരുന്നു. അപ്പോൾ നാളെ 6 മുതൽ 7 വരെയുള്ള പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്ക് ശേഷം നാളെ പകൽ 11 മുതൽ 12 വരെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഇതേ ചാനലിൽ നാളെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ 7 വരെയും പകൽ 11 മുതൽ 12 വരെ ഉണ്ടായിരിക്കും. ഈ ശനിയാഴ്ച രാവിലെ 6 മുതൽ 7 വരെയുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം 10 മുതൽ 12 വരെ ആയിരിക്കും ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. മാത്രമല്ല സാമൂഹ്യം ഇപ്പോൾ എല്ലാ ദിവസവും രാത്രി 7 മുതൽ 8 വരെ ഹാർവസ്റ്റ് കേരളത്തിലൂടെ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നു. ഈ സന്ദർഭത്തിൽ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവ തിരുവെഴുത്ത് നമുക്ക് തരുന്ന ഉറപ്പ് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഒന്ന്, ഇന്ന് നടക്കുന്ന സകല കാര്യങ്ങളിലും ദൈവ തിരുവെഴുത്തിൻ പ്രകാരം ആവർത്തന പുസ്തകം 28-ന്റെ 8-ാമത്തെ തിരുവെഴുത്തിൽ വായിക്കുന്നത്, യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാത്തിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായി യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ തന്നെ രോഗികളുടെ സൗഖ്യത്തിനായി നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. എണ്ണയും വെള്ളവും എടുത്ത് അല്ലെങ്കിൽ മറ്റു വസ്തുക്കളൊക്കെ കരങ്ങൾ വച്ച് പ്രാർത്ഥിക്കാൻ പോകുക. യാക്കോബിന്റെ ലേഖനം 5-14-15 നാം വായിക്കുന്നത്, നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തുന്നു, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവൻ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഹാർട്ടിന് ഹോള്, നെഞ്ചിന് വേദന, ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമാകുവാൻ പത്മാവതി മാവൂരിൽ നിന്ന് കോഴിക്കോട് നിന്ന് അത് അറിയിച്ചിരിക്കുന്നത്. കുഞ്ഞമ്മ ബ്രെയിന് ട്യൂമർ, ആൻറ്റിയാണ്, ബോൺ ക്യാൻസർ, ലിവർ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, കീമോ റേഡിയേഷൻ എടുക്കുന്നു. പ്രാർത്ഥന ഷീബ ചോദിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ മകൻ ഇമ്മാനുവൽ 7 മാസം സീരിയസ് സ്റ്റേജിലായിരിക്കുന്നു. കിഡ്നിക്കും ഹാർട്ടിനും പ്രോബ്ലംസ്, ഫംഗ്ഷൻ ചെയ്യുന്നില്ല. ഷേർലി തോമസ് ആണ് ഖത്തറിൽ നിന്ന് ഇത് അറിയിക്കുന്നത്. ഷീജ അറിയിക്കുന്നത് പാലക്കാട് നിന്ന് ഹസ്ബൻഡ് എഡ്വേർഡ് ക്രിയാറ്റിൻ കൂടുതൽ, ഇടുപ്പിന് വേദനയാൽ വിഷമിക്കുന്നു, പ്രാർത്ഥന സഹായം തേടിയിട്ടുണ്ട്. നമുക്കിതുപോലെ 100 കണക്കിന് രോഗികളുടെ വിവരങ്ങൾ പ്രേംകേളയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നത്. പ്രേംകേള ചേർന്ന് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ സിനിമതരെ എല്ലാവരുടെയും വിഷയങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇവിടെ എഴുതി വെക്കുന്നു. അതിൽ ഓരോന്നിൻ്റെ മേലും നമ്മൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് കുടുംബയോഗം നടക്കുമ്പോൾ ഒരു വാത്സല്യ പിതാവ് എന്ന് പറഞ്ഞു, ഞാൻ എത്രയോ പ്രാവശ്യം നിങ്ങളെ വിളിച്ച് എൻ്റെ പ്രാർത്ഥന വിഷയം പറഞ്ഞു, ഇതുവരെയും അത് പറഞ്ഞു കേട്ടില്ല. 17 വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ മകൻ ഓസ്ട്രേലിയയിൽ കുറേ ഡോക്യുമെൻ്റ് സംബന്ധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് വരുവാനോ ഇവർക്ക് അങ്ങോട്ട് പോകാനോ കഴിയാതെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി വിഷമങ്ങളുണ്ട്. ഇന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. യേശു അതിശയങ്ങളുടെ ദൈവം. നമുക്കൊന്നിച്ച് ചേർന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് നടക്കുന്ന ഓരോ കാര്യത്തിന്റെ മേലും യേശുവിന്റെ സാന്നിധ്യം ഞങ്ങൾ ചോദിക്കുന്നു. ഇന്ന് സർജറിക്ക് വേണ്ടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ, പെർഫെക്റ്റ് ആയിട്ടുള്ള സർജറികൾ അങ്ങനെയുള്ളവർക്ക് കൊടുക്കണം. ഇന്ന് ചെയ്യുന്ന കൃഷി കാര്യങ്ങളുടെ മേല് യേശുവേ അവിടുത്തെ കരം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ ഞങ്ങളുടെ കേരളത്തിൽ അപകടങ്ങളെ കർത്താവേ അവിടുന്ന് ക്യാൻസൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെ മേലും, ഓഫീസിൽ പോകുമ്പോഴും വരുമ്പോഴും ഭവനങ്ങളിലെ കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോഴും എല്ലാം യേശുവിന്റെ കരം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങൾ എണ്ണയ്ക്കും വെള്ളവും യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ വിശ്വാസത്തിന്റെ അടയാളമായിട്ട് യേശുവേ ഞങ്ങൾ ആ വെള്ളത്തിന്റെ മീതെ എണ്ണയുടെ മീതെ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വെള്ളം കുടിക്കുന്ന ഓരോ വ്യക്തിയും ഇന്ന് യേശുവിന്റെ സമർത്ഥമായ ജീവനാൽ നിറയട്ടെ. എണ്ണ പുരട്ടുന്ന ഓരോ വ്യക്തിയും യേശുവിന്റെ അത്ഭുതകരമായിട്ടുള്ള സൗഖ്യം അനുഭവിക്കട്ടെ. ഡോക്യുമെന്റ്സിന് മേൽ ഞങ്ങൾ കരം വെച്ച് പ്രാർത്ഥിക്കുന്നു. നന്മയുടെ വാതിലുകൾ കർത്താവ് തുറക്കണം. സാമ്പത്തിക മേഖലകളെ കർത്താവ് തുറന്നു കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. You and I have a perfect God who is trustworthy round the clock 24/7 365 days. എല്ലാ ഇപ്പോഴും നമുക്ക് ആശ്രയിപ്പാൻ കഴിയുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. Bible says God is our refuge and our strength, a very present help in our troubles. തിരുവെഴുത്ത് പറയുന്നത് ദൈവം നമ്മുടെ സങ്കേതമാണ്, ബലമാണ്, അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത In തുണയുമാണ്. this season of Adar, God wants us to focus on Psalm number 103 verses from 1 through 5. നമ്മൾ ഈ ആധാർ മാസത്തിൽ നമ്മൾ മുഖ്യമായിട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 103-ാം സങ്കീർത്തനം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. We are about to enter into a new season, a new year as per biblical calendar 5771. ആമേൻ. ദൈവത്തിന്റെ വചനപ്രകാരം 5781 ഒരു പുതിയ വർഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. God gives you the guarantee. Verse number 3, He forgives all your iniquities. He heals all your diseases. 103-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു വാഗ്ദത്തമുണ്ട്. അവൻ നിന്റെ അകൃത്യമെല്ലാം മോചിക്കുന്നു, നിന്റെ സകല രോഗത്തെയും അവൻ സൗഖ്യമാക്കുന്നു. And again it says He redeems your life from destruction.
നാലാമത്തെ വാക്യത്തിൽ അടുത്തത് അവൻ പറയുന്നത് ഇതാണ്, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടുകൊള്ളുന്നു. Then he goes on doing, he crowns you with loving kindness and tender mercies. അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല, പിന്നെയും അവൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ നമ്മെ ദയയും നമ്മെ കരുണയും അണിയിക്കുന്ന ദൈവമാണ്. And again verse number 5 says every moment becomes a day of satisfaction. He satisfies your mouth with good things so that your youth is renewed like the eagles. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അസംതൃപ്തമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും മാറ്റിയിട്ട് നമുക്ക് സംതൃപ്തി നൽകി തന്നുകൊണ്ട്, നമ്മുടെ വായ്ക്ക് നന്മ വരുത്തിക്കൊണ്ട്, തൃപ്തി വരുത്തിക്കൊണ്ട്, നമ്മുടെ യൗവനത്തെ കഴുകനെ പോലെ അവൻ പുതുക്കുകയാണ് ചെയ്യുന്നത്. God of heaven continues to work to make you a better person, crowned with glory and majesty of the living God. ആമേൻ. പ്രിയ സഹോദര സഹോദരി, ഓരോ ദിവസവും നിന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു മനുഷ്യനാക്കി, ഒരു സ്ത്രീയാക്കി, ഒരു പുരുഷനാക്കി തീർക്കുവാൻ അവൻ ആ ഓരോ ദിവസവും നിന്റെ ജീവിതത്തിൽ കൂടെ അവൻ പ്രവർത്തിച്ചുകൊണ്ട് തന്റെ മഹത്വവും തന്റെ കരുണയും തന്റെ ആ തേജസ്സും വെളിപ്പെടുത്തുവാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. Instead of worrying about what did not happen or what happened in the past, let's focus on what God is about to do in my life today, now and the rest of my life. അതുകൊണ്ട് ഈ രാവിലെ ഈ പ്രഭാതത്തിൽ നമ്മൾ ഒരിക്കലും അയ്യോ ഇന്നലെ ഒന്നും സംഭവിച്ചില്ലല്ലോ, പ്രാർത്ഥിച്ചിട്ട് ഒന്നും മറുപടി കിട്ടിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, ഇപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വൻ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് അവന് നന്ദിയും സ്തോത്രവും കരേറ്റിക്കൊണ്ട് പോകുക. Round the clock God in Jesus is at work to bless you and make you a blessing, beloved. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഓരോ നിമിഷവും നിന്നെ ഏറ്റവും നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവനാക്കി തീർക്കുവാൻ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. Let's pray, Lord Jesus, abide in me. യേശുവേ, അവിടുന്ന് എന്നിൽ വസിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്നെ മറ്റുള്ളവർ അനേകർക്ക് ഒരു അനുഗ്രഹമാക്കി അവിടുന്ന് മാറ്റണമേ. Lord Jesus, I trust in you and I need you, Lord. ഞാൻ ഇന്ന് പകൽ ഈ ദിവസം ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു. എനിക്കിന്ന് അങ്ങയുടെ സഹായം ആവശ്യമാണ്. Abide in me, bless me and make me a blessing, oh Lord. എന്നിൽ വസിക്കണമേ, എന്നെ അനുഗ്രഹിച്ച് എന്നെ മറ്റുള്ളവർക്ക് അവിടുന്ന് ഒരു അനുഗ്രഹമാക്കി ഇന്ന് തീർക്കണം. കർത്താവായ യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവിടുന്ന് ഞങ്ങളിൽ വസിച്ച് കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ ഒരു അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ലോകത്തിന്റെ ഏതു രാജ്യത്ത് പാർത്താലും പ്രൈം കേരള കുടുംബത്തോട് ചേർന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ അസാധാരണമായ നന്മയും കൃപയും ബലവും സൗഖ്യവും അനുഭവിപ്പാൻ കഴിയുന്ന പ്രൈം കേരളയിൽ അനേക പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് ഇന്ന് ബർത്ത്ഡേസും വെഡിങ് ആനിവേഴ്സറീസും കൊണ്ട് ഇവിടെ ആളുകളുടെ കുറവ് കാരണം പലരുടെയും പേര് വിവരങ്ങൾ ചിലപ്പോൾ നമ്മൾ വിട്ടുപോയി എന്ന് വരാം. അഥവാ ഞങ്ങൾ വിട്ടുപോയാലും ഇല്ലെങ്കിലും ദീർഘായുസ്സും ആരോഗ്യവും കർത്താവ് ഓരോരുത്തർക്കും നൽകി തരട്ടെ. യൂട്യൂബിലൂടെ ഈ പ്രാർത്ഥന എപ്പോൾ വേണമെങ്കിലും ആർക്കും പങ്കെടുക്കാൻ സാധിക്കും. അത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ സന്മനസ് കാണിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. കൊച്ചുമകൾ നേഹയുടെ 15ാമത്തെ ബർത്ത്ഡേ ആണെന്ന് ചാന്ദിനി തൃശ്ശൂരിൽ നിന്ന് അറിയിക്കുന്നു. യൂട്യൂബിലൂടെ വിവരം വന്നിരിക്കുന്നത് ആന്റിയുടെ 50ാമത്തെ ബർത്ത്ഡേ ആണ്. മറിയാമ്മ അറിയിക്കുന്നത് കൊച്ചുമകൻ പ്രണവിന്റെ 8ാമത്തെ ബർത്ത്ഡേ. ലെസി തോമസ് ഏറ്റുമാൻ അറിയിക്കുന്ന 55ാമത്തെ ബർത്ത്ഡേ ആണ്. വിജയമ്മ കൊട്ടാരക്കരയിൽ നിന്ന് അറിയിക്കുന്ന 60ാമത്തെ ബർത്ത്ഡേ ആണ്. അന്നമ്മ പുന്നസ് തെരുവിലായി അറിയിക്കുന്ന മകൻ ജോണിയുടെ 26ാമത്തെ ബർത്ത്ഡേ ആണ്. അച്ചാമ്മ മാത്യു അറിയിക്കുന്നത് മകൻ റിജുവിന്റെ ബർത്ത്ഡേ ആണ്. ലെസി സാജു കോട്ടയത്ത് നിന്ന് അറിയിക്കുന്ന ഹസ്ബൻഡ് സജുവിന്റെ 47ാമത്തെ ബർത്ത്ഡേ ആണ്. ഷീബ അറിയിക്കുന്നത് ഹസ്ബൻഡിന്റെ 44ാമത്തെ ബർത്ത്ഡേ ആണ്. ഫിലിപ്പോസ് വാട്സാപ്പിൽ അറിയിക്കുന്ന പൊന്നമ്മ ഫിലിപ്പിന്റെ ബർത്ത്ഡേ ആണ്. ചിഞ്ചു കോട്ടയത്ത് നിന്ന് അറിയിക്കുന്ന മകൾ സൈറയുടെ ബർത്ത്ഡേ ആണ്. ബിന്ദു അറിയിക്കുന്നത് മകൻ കിരണിന്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് നമുക്ക് ഒന്നിച്ച് അവരെ അനുഗ്രഹിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ വെഡിങ് ആനിവേഴ്സറി ഉള്ളവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരവരായിരിക്കുന്ന മേലെ കർത്താവരെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ഉപവാസ പ്രാർത്ഥന വന്നു കഴിഞ്ഞു. ഈ വർഷം അവസാനിക്കുന്നു, പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. 13ാം തീയതി നാളെ മുതൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്കായി മറ്റുള്ളവരോട് പറയുക, നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നന്മ എല്ലാ മേഖലകളിലും ഉണ്ടാകണം. നമ്മുടെ രാജ്യത്തിൻ്റെ സൗഖ്യം, ദേശത്തിൻ്റെ സൗഖ്യത്തിനായി രാജ്യങ്ങളുടെ സൗഖ്യം, കോവിഡിൽ നിന്ന് ലോകരാജ്യങ്ങൾ സൗഖ്യമാകേണ്ടതിന് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഞങ്ങളുടെ കരങ്ങളിൽ വന്നിരിക്കുന്ന ഈ വിഷയത്തെ യേശു അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടി അങ്ങ് പ്രവർത്തിക്കും, അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. Beloved, you are born to be a winner.
ഓൾവേസ് ഇൻ ജീസസ്. താങ്കൾ എപ്പോഴും യേശുവിൽ വിജയാളിയാകുവാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന. വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് വീണ്ടും ഒന്നിച്ച് ഹാർവെസ്റ്റ് കേരളത്തിലൂടെ 7 തൊട്ട് 8 വരെയുള്ള സമയത്ത് നമുക്ക് കൂടണം. ദേശം സൗഖ്യമാകട്ടെ. വൺസ് അഗെയിൻ വി ആർ സോ ഡിലൈറ്റഡ് ടു ബ്ലസ് യു ഇൻ ജീസസ് നെയിം, ഫോർ യു ആർ ക്രിയേറ്റഡ് ടു ബി എ ബ്ലസ്സിംഗ്. താങ്കൾ അനുഗ്രഹമാകേണ്ടതിന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിനാൽ താങ്കളെ അനുഗ്രഹിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. യു ആർ ബോൺ ടു ബി എ വിന്നർ ഓൾവേസ് ഇൻ ജീസസ്. എന്നും യേശുവിൽ വിജയാളിയാകുവാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ചേർന്ന് പാടുമ്പോൾ നീ എത്ര നല്ലവൻ